ഗുരുപഥത്തിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ബാലരാമപുരം മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിൽ നടക്കുന്നത്. നമ്മളിതുവരെ ഗുരുദേവനും ശിവലിംഗദാസ സ്വാമികളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഗുരുശിഷ്യ പാരസ്പര്യം മുന്നോട്ട് പോയത്, ശിവലിംഗദാസ സ്വാമികൾക്കുണ്ടായ അനുഭവങ്ങൾ, പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ 12ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഗുരുദേവൻ പെരിങ്ങാട്ടുകര, തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങാട്ടുകരയിലെത്തിയ ഇതുവരെ പറഞ്ഞു. അവിടുത്തെ ഒരു ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ. നമുക്കത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അശോകൻജിയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. അശോകൻജി, നമ്മൾ ഗുരുദേവൻ പെരിങ്ങാട്ടുകരയിൽ എത്തിയതായിട്ട് അങ്ങ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. 2 ആഴ്ചത്തേക്ക് ആ ശ്രീനാരായണ മംഗലത്തെ എല്ലാ കാര്യപരിപാടികളും ശിവലിംഗദാസ സ്വാമികളെ ഏൽപ്പിച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങോട്ടേക്ക് വരുന്നത്, പെരിങ്ങാട്ടുകരയിലേക്ക് വരുന്നത്. അപ്പം ഇവിടെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സംഭവം നടക്കാനും പോവുകയാണ്. അദ്ദേഹം അവിടെ നിലവിലുണ്ടായിരുന്ന ദുരാചാരങ്ങളെ എല്ലാം മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയുണ്ടായി. അപ്പം അവിടെ ജനങ്ങൾക്ക് വേണ്ടതൊരു ശിവക്ഷേത്രമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ആ ശിവക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഗുരുദേവന് ഉണ്ടായിരുന്നോ? എന്തായിരുന്നോ അവിടെ അപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? ശ്രീ അകുർവരൈ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ജയാൻ ബ്രഹ്മവിദ്യാ ഗോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്കാരം. കഴിഞ്ഞ സത്സംഗത്തിൽ ആ പെരിങ്ങോട്ടുകരയിലെ ഒരു ശ്രീനാരായണ ഗുരു സ്മാരക സമാജം സ്ഥാപിച്ചു. അവരനേകം കമ്മിറ്റികളെല്ലാം കൂടി അതിൽ നിന്നും ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു. തൃപ്പാദങ്ങളുടെ ഒരു ശിഷ്യന്, അവിടെ ഞാനപ്പോൾ പ്രത്യേകം പറയാം, ആത്മീയതത്വമുള്ള ഒരു ശിഷ്യനെ ഞങ്ങൾക്ക് തരണം, ഇങ്ങോട്ട് അയക്കണം. ആ നേതൃത്വത്തിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ശ്രീനാരായണ ഗുരുവിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അത് ഏൽപ്പിച്ചത് ദിവ്യശ്രീ ശങ്കര ശ്രീ ശിവലിംഗദാസ് സ്വാമികളെയാണ്. അദ്ദേഹം സസന്തോഷം പെരിങ്ങോട്ടുകരയിലേക്ക് യാത്രയായി അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിനോടൊപ്പം ഒരു 2-4 ശിഷ്യരെയും കൂടെ അയച്ചിട്ടുണ്ട്. പെരിങ്ങോട്ടുകരയുടെ വികസനത്തിനായി അദ്ദേഹം പ്രാരംഭ പണികൾ തുടങ്ങി. എന്നാൽ ഇങ്ങനെ ഈ ജോലികൾ ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇദ്ദേഹത്തിന് താമസിക്കാവുന്ന ഒരു സ്ഥലം നിലവിൽ പെരിങ്ങോട്ടുകരയിലില്ല. അപ്പോൾ ഇദ്ദേഹം ആദ്യം താമസിക്കുന്നത് തണ്ടാശ്ശേരിയുടെയും കാരാട്ടുപറമ്പിൻ്റെയൊക്കെ വീട്ടിൽ മാറി മാറിയാണ് താമസിക്കുന്നത്. അങ്ങനെ മാറി മാറി താമസിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഇദ്ദേഹം അവിടെ താമസിക്കുന്നത് കൊണ്ട് ആ വീട്ടുകാർക്ക് ഏതൊരു തടസ്സവുമില്ല. ഭക്തജന ബാഹുല്യമാണ്. ഈ ഭക്തജന ബാഹുല്യത കാരണം വീട്ടുകാർക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായാലോ? എന്നാൽ വീട്ടുകാർക്കൊരു തടസ്സവും ഇല്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഒരു ആശ്രമം സ്ഥാപിക്കുക എന്നുള്ളത്. ഒരു ആശ്രമം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനം നല്ല രീതിയിൽ നടക്കും. നോക്കിയപ്പോൾ ആയതിലേക്ക് സ്ഥലമില്ല. സ്ഥലം വാങ്ങണം. സ്ഥലം വാങ്ങാൻ സാമ്പത്തികം വേണം.
ഇതിനിടയ്ക്ക് വെച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ പാറൻകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് തണ്ടാശ്ശേരി കുഞ്ഞയ്യപ്പൻ്റെ അനുജനാണ് പാറൻകുട്ടി. പാറൻകുട്ടി ഒരിക്കൽ സാമ്പത്തിക പ്രതിസന്ധി, ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഗുരുദേവനെ വന്ന് കണ്ടിരുന്നു. ഗുരുദേവനെ വന്ന് കണ്ട് ഗുരുദേവ അനുഗ്രഹം വാങ്ങി വീണ്ടും അദ്ദേഹം ഏത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ജോലി തന്നെ അദ്ദേഹം തുടർന്നു. ക്രമേണ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വലിയ രീതിയിൽ അദ്ദേഹത്തിന് പണം ഉണ്ടായി ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പാറൻകുട്ടി വിശ്വസിക്കുന്നു, ഗുരുദേവനല്ല, പാറൻകുട്ടി വിശ്വസിക്കുന്നു. ഇങ്ങനെ ഇവർ ഈ കെട്ടിടത്തിന് വേണ്ടി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരു കെട്ടിടം വേണം, ആ കെട്ടിടം വാങ്ങണം, ആ വസ്തു വാങ്ങണം, എന്ന് ആശ്രമം വയ്ക്കണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മഹാദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി വേറെ പണപ്പിരിവ് ഒന്നും വേണ്ട, പാറൻകുട്ടി സ്വമേയ ഞാൻ അതിനുള്ള സ്ഥലം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ ചെറുവത്തൂർ കല്ലുകാരൻ നസ്രാണി റപ്പായി മുതൽ പേർക്കുണ്ടായിരുന്ന, റപ്പായി എന്ന് പറയുന്ന കല്ലുകാരൻ, ചെറുവത്തൂർ കല്ലുകാരൻ നസ്രാണി റപ്പായി മുതൽ പേർക്കുണ്ടായിരുന്ന കുറേ വസ്തു, ഏതാണ്ട് നല്ല വിസ്തീർണമുള്ള വസ്തു 600 രൂപയ്ക്ക് ഇദ്ദേഹം വാങ്ങുകയാണ്. ഇപ്പോൾ വാങ്ങിയപ്പോൾ ഇവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു, ഒരു കുളവും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ദിവ്യശ്രീ ശങ്കരദാസ് സ്വാമികൾ പറഞ്ഞു, ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികൾ പറഞ്ഞു, ഈ സർപ്പക്കാവിനെ നശിപ്പിക്കണം, അതിനോടനുബന്ധിച്ചുള്ള കുളത്തിനെയും മൂടണം. ആ ജലാശയം നശിപ്പിക്കലല്ല, അത് അശുദ്ധിയായ കുളമാണ്, അതിനെ നന്നാക്കാൻ കഴിയാത്തത്ര രീതിയിൽ അശുദ്ധി നിറഞ്ഞതാണ്. കാര്യം ഗുരു അങ്ങനെയായിരുന്നല്ലോ, അപ്പം ശിഷ്യനും ഇങ്ങനെയല്ലേ ആവൂ. അങ്ങനെ സർപ്പകാവിനെ വെട്ടിമാറ്റുകയും ഒപ്പം ഈ കുളത്തിനെ നികത്തുകയും ചെയ്തു. ഇനി 600 രൂപയ്ക്കാണ് ഈ വസ്തു വാങ്ങിച്ചത്. ഇതിൻ്റെ പല ഭാഗങ്ങളും കുഴികളായിരുന്നു. അവിടെ 200 രൂപയ്ക്ക് മണ്ണിറക്കി. അപ്പോൾ 200 രൂപയ്ക്ക് മണ്ണിറക്കി അതിനെ നികത്തി. എൻ്റെ ദൃഷ്ടിയിൽ അന്നത്തെ 600 എന്ന് പറയുന്നത് ഇന്നത്തെ 6 കോടിയാകാം, 200 എന്ന് പറയുന്നത് 2 കോടിയാകാം. എന്ന് വെച്ചാൽ ഈ വസ്തു അത്ര കുഴിയായിരുന്നു. അത് നികത്താൻ വേണ്ടി 200 രൂപ മാത്രമേ, ആ 200 രൂപയ്ക്കുള്ള മണ്ണ് മാത്രമേ ഇറക്കേണ്ടി വന്നുള്ളൂ. ഈ തണ്ടാശ്ശേരി കുഞ്ഞയ്യപ്പൻ്റെ അനുജനായിരുന്നല്ലോ ഈ പാറൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി. ഈ വസ്തു വാങ്ങി അതോടുകൂടി ഉടൻ തന്നെ ഒരാശ്രമം അവിടെ പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ ആശ്രമം പണിയുക, താമസം അങ്ങോട്ട് മാറുക. അങ്ങനെ ആദ്യമായിട്ട് ഈ വസ്തുവിൽ ശ്രീനാരായണ ആശ്രമമാണ് വയ്ക്കുന്നത്. ആശ്രമം പൂർത്തീകരിച്ചു, ഭക്തജനങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോഴാണ് ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികൾക്ക് തോന്നിയത്, ഇവിടെ ഒരു ക്ഷേത്രം വേണം. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാര്യം. ആശ്രമത്തിൽ സ്വാമികളുണ്ട്, ഇപ്പോൾ ആൾക്കാരുടെ ദൈവം ആരാ? സ്വാമികൾ. അത് സ്വാമികൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു ക്ഷേത്രം വെച്ചു കൊടുത്താലോ ഇവരുടെ ഭക്തി അങ്ങോട്ട് മാറിക്കൊള്ളും, തന്നോടുള്ള ഭക്തി അങ്ങോട്ട് മാറിക്കൊള്ളും. ഒരു ക്ഷേത്രം വേണമെന്നുള്ള ഒരു തോന്നലുണ്ടായി. ഈ തോന്നൽ അദ്ദേഹം തൻ്റെ എല്ലാമായ ഗുരുവിനെ അറിയിക്കുകയാണ്. ഗുരു പറഞ്ഞു, ഒരു വലിയൊരു ക്ഷേത്രം തത്കാലം വേണ്ട, ഒരു ചെറിയ ക്ഷേത്രം വെക്കുക, വളരെ ചെറിയ ഒരു ക്ഷേത്രം മതി. എന്തുകൊണ്ടാണ് ഗുരുവിന് അന്നൊരു വലിയ ക്ഷേത്രം വെക്കണമെന്ന് തോന്നാത്തത്
എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഗുരു വലിയൊരു ക്ഷേത്രം വെക്കാം? അന്നേ ഒരു വലിയൊരു ക്ഷേത്രം വെച്ചിരുന്നുവെങ്കിൽ പെരിങ്ങോട്ടുകരയിലുള്ള വലിയൊരു തർക്കത്തിന് പരിസമാപ്തിയാകുമായിരുന്നു. പക്ഷെ താൽക്കാലികമായിട്ട് ഒരു ചെറിയൊരു ക്ഷേത്രം വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം വെക്കാനുള്ള തീരുമാനവും ആയി. 1081 ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് ആശ്രമ പ്രവേശനം നടന്നത്. ആ ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്കും താങ്കൾക്കറിയാമല്ലോ അതിൻ്റെ പ്രത്യേകത. അന്ന് ഗുരുദേവന് 50ാം വാർഷികം, ഗുരുദേവൻ്റെ 50ാം വാർഷികമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ദിവസം തന്നെ അതിലത്തേക്ക് വേണ്ടി തീരുമാനിച്ച് 50ാം, അതായത് അതിനെ കുറച്ച് അവിടെയുള്ള ഗുരു ഭക്തർ പറയുന്നത് ഗുരുവർഷം 50, ഗുരുവർഷം 50 എന്ന് പറയുമ്പോൾ ഗുരു ജനിച്ചത് മുതൽ ഒരു പുതിയ വർഷം ഗുരുഭക്തർ കണക്കാക്കും. ഇന്നും ആലപ്പുഴ, കൊല്ലം ഭാഗങ്ങളിലൊക്കെ ആ വർഷം നിലനിൽക്കുകയാണ്, ഗുരുവർഷം. അവരത് നോക്കി കണക്കാക്കുന്നവരുണ്ട്. ചിലർക്ക് ഗുരുവിനോട് അത്രയധികം ഭക്തിയാണ്. അപ്പോൾ ഗുരുവർഷം 50-നാണ്, ഗുരുവിന് 50 വയസ്സ് തികയുന്ന അന്നാണ് ഈ പ്രവേശനം അവിടെ നടക്കുന്നത്. പ്രവേശന ആചാര അനുഷ്ഠാനങ്ങൾ ആർഭാടകരം ആയിരുന്നില്ല. ആർഭാടത്തിന് എന്നും അദ്ദേഹം എതിരായിരുന്നു. അദ്ദേഹത്തിൻ്റെ 60ാമത്തെ വയസ്സ് മാത്രമാണ് ആർഭാടകരമായിട്ട് ആഘോഷിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്താലല്ല, നാടെങ്ങും കൊണ്ടാടുകയായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ചരിത്രരേഖകൾ ഇന്നില്ല. അതായത് പെരിങ്ങോട്ടുകരയുടെ അന്ന് ഏതെല്ലാം രീതിയിൽ ആരൊക്കെ അവിടെ പങ്കെടുത്തു, അങ്ങനെ തുടങ്ങുന്ന രേഖകളൊന്നും ലഭ്യമല്ല. കേവലം ഗുരുവർഷം 50, ഗുരുവിന് 50 വയസ്സ് തികഞ്ഞപ്പോൾ ഇവിടെ ഈ സ്ഥാപനം പടുത്തുയർത്തി. നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത സംസ്ഥാനമായ കൊച്ചിയിലെ ആസ്ഥാന കേന്ദ്രമാണ് ഗുരുവിൻ്റെ 50ാം ജന്മദിനത്തിൽ അവിടെ പടുത്തുയർത്തിയത്. ഇതിന് നിയതി ഈ കെട്ടിടത്തിനൊരു പ്രത്യേക പരിഗണന, വിധി ഈ കെട്ടിടത്തിനൊരു പ്രത്യേക പരിഗണന നൽകി. അത് നമ്മുടെ പ്രതിപാദ്യ പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ ആദ്യ അന്തേവാസിയും ധർമ്മപതാക വാഹകനുമായി തീരുവാൻ നേതി നിശ്ചയം ചെയ്തത് തൃപ്പാദങ്ങളുടെ പ്രഥമ ശിഷ്യനെയാണ്. അതായത് ഇവിടുത്തെ ആദ്യത്തെ അന്തേവാസി എന്ന് പറയുന്നത് ശ്രീ ശിവലിംഗദാസ് സ്വാമികളാണ്. അങ്ങനെ നമ്മുടെ പെരിങ്ങോട്ടുകരയിൽ ആശ്രമം, ശ്രീനാരായണ ആശ്രമം സ്ഥാപിച്ചു. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. ഇന്ന് ആശ്രമത്തിന് പ്രാധാന്യമില്ല. ഇന്ന് അവിടുത്തെ സോമശേഖര ക്ഷേത്രത്തിനാണ് പ്രാധാന്യം വന്നത്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞു. അതുകൊണ്ടായിരിക്കാം ആൾക്കാർ പറയുന്നത്, ഗുരുദേവനെ എതിർക്കുന്നവരോ അല്ലെങ്കിൽ ഗുരുദേവനോട് വിരോധമുള്ളവരോ ഒക്കെ പറയുന്നത്, ഇദ്ദേഹം ക്ഷേത്രം മാത്രമാണല്ലോ സ്ഥാപിച്ചത്. അദ്ദേഹം ക്ഷേത്രം മാത്രമല്ല, അദ്ദേഹം സ്ഥാപിച്ചത് വ്യവസായശാലകൾ സ്ഥാപിച്ചു, ആശ്രമങ്ങൾ സ്ഥാപിച്ചു, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അതിനൊരു ഹേതു ക്ഷേത്രമായി, അത് ആദ്യം ഹേതുവായത് കൊണ്ട് പിന്നീട് ക്ഷേത്രത്തെ ഹേതുവാക്കിയതുമാകാം. ചിലയിടത്തൊക്കെ ആദ്യം ക്ഷേത്രമാണ് സ്ഥാപിച്ചതും അതിനോടനുബന്ധിച്ച് മറ്റുള്ള സ്ഥാപനം, ചിലയിടത്ത് നേരെ തിരിച്ചു. ഇവിടെ വ്യവസായവും കഴിഞ്ഞ് ആശ്രമവും കഴിഞ്ഞ് നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി നെയ്ത്തുശാലകളും എല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഈ പെരിങ്ങാട്ടുകരയിലെ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഇതിനു മുന്നേ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയാണ്. അതിന് ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത ഉണ്ട്. അപ്പം ഇപ്പോൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ചെറിയ ക്ഷേത്രത്തിലും ഇതുപോലെ ഒരു സവിശേഷത ഉള്ള, പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണോ? തീർച്ചയായിട്ടും അതിന് പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ
പഞ്ചമഹാദേവനെയാണ് പ്രതിഷ്ഠിച്ചത്. പഞ്ചമഹാദേവൻ എന്ന് പറയുമ്പം പഞ്ചമുഖ മഹാദേവൻ. ഓ, നമ്മൾ 10 തലയുള്ള രാവണൻ, ദശമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ അർത്ഥത്തിൽ മാത്രമേ എടുക്കൂ. ദശമുഖൻ രാവണൻ. ഈ ദശമുഖൻ എന്ന് പറയുന്ന രാവണൻ മാത്രമല്ല, ഹിന്ദു മതത്തിലെ ആരാധനാമൂർത്തിയാണ് ദശമുഖൻ. ഹിന്ദു മതത്തിലെ ഒരു ആരാധനാമൂർത്തിയാണ്. അത് ഒരു ആരാധനാമൂർത്തിയല്ല, 3 പേരെ ചേർന്ന് വരുന്ന ആരാധനാ സമ്പ്രദായത്തെയാണ് ദശമുഖൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ തെറ്റായ ഒരു രൂപമാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത്. ഈ ഉത്തരേന്ത്യയിലൊക്കെ ശ്രീരാമനെ എതിർക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്നത് രാവണൻ്റെ 10 തലയുള്ള രൂപം വെച്ചാണ് ആരാധിക്കുന്നത്. ഇത് തെറ്റായ ധാരണയിൽ നിന്നും ഉടലെടുത്തതാണ്. പണ്ട് കാലത്ത് ദശമുഖനെ വണങ്ങുന്ന ഒരു രീതി നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലുണ്ട്. അതായത് ദശമുഖൻ എന്ന് കേട്ടാൽ 10 മുഖം. അപ്പോൾ 10 മുഖമുള്ള നമുക്കറിയാവുന്നുള്ള ആകെ രാവണൻ മാത്രമാണ്. ഭഗവാൻ ശിവൻ്റെ 5 മുഖം, ഭഗവാൻ വിഷ്ണുവിൻ്റെ 1 മുഖം, അപ്പോൾ 6. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ 4 മുഖം, അപ്പോൾ 10. അപ്പം ദശമുഖൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിമൂർത്തികളെ വന്ദിക്കുക എന്നുള്ളതാണ്. ഈ ത്രിമൂർത്തി വന്ദനയാണ് പിന്നീട് ആരെങ്കിലും അതിൻ്റെ ഇടയിൽ, അങ്ങനെയാണല്ലോ ഈ നമ്മളിപ്പോൾ തന്നെ കേരളത്തിലുള്ള പല സ്ഥലങ്ങളുടെയും പേരുകൾ നോക്കുമ്പോൾ മറ്റൊരു പേരാണ് കേൾക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും, ഇതെങ്ങനെ ഈ പേര് ഇവിടെ വന്നു? ഇത് ചരിത്ര പേരാണ്. ഒരു ചിറയുടെ പേരാണ് ബീരാൻ ചിറ. അതായത് ബീരാൻ എന്ന് പറയുമ്പോൾ മറ്റൊരു മതത്തിലെ വ്യക്തിയാണെന്നറിയാമല്ലോ. ഇതൊരു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ചിറയ്ക്കാണ് ബീരാൻ ചിറയെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്? വീരാൻ ചിറ. യുദ്ധവീരന്മാരുള്ള വീരാനാണ്. ഈ വീരാനെ ബുദ്ധിപൂർവം വീരാനാക്കി. ഇങ്ങനെ ഓരോ സംസ്കാരത്തെ നശിപ്പിക്കുന്ന, ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുന്ന കുറേ ചരിത്രകാരന്മാരോ ആരിൽ നിന്നെങ്കിലുമൊക്കെ അച്ചാരം വാങ്ങി എഴുതുന്ന ചരിത്രകാരന്മാരുള്ള നമ്മുടെ കേരളമാണ്. അപ്പോൾ അത് പോലുള്ള ആൾക്കാർ കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകും. അങ്ങനെ ഈ ദശമുഖ ആരാധനയാണ്, അതായത് ത്രിമൂർത്തി ആരാധനയാണ് പിന്നീട് എന്തായിത്തീർന്നത്? നമ്മുടെ രാവണൻ്റെ ആരാധനയായിട്ട് തീരുന്നത്. അപ്പോൾ ഇവിടെ പഞ്ചമുഖ ശിവനെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. പ്രതിഷ്ഠയ്ക്ക് ഗുരുദേവൻ വരേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. ആര് തന്നെയാണ് പ്രതിഷ്ഠകൻ? നമ്മുടെ പ്രതിപാദ്യ പുരുഷൻ തന്നെയാണ് പ്രതിഷ്ഠകൻ. നേരത്തെ തന്നെ ശ്രീനാരായണ മംഗലത്തെ പ്രതിഷ്ഠിച്ചപ്പോഴത്തേക്കും ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ പദവി നിശ്ചയിക്കൽ പോലും ആരെയാണ് ഏൽപ്പിച്ചത്? അപ്പോൾ പ്രതിഷ്ഠാകർമ്മങ്ങൾ അദ്ദേഹം ഇങ്ങോട്ട് മാറ്റിക്കൊടുത്ത് കഴിഞ്ഞു എന്നുകൂടെ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം. ഈ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ശ്രീ സോമശേഖരനെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്തുതിച്ചു പാടുക എന്നാണ് ആ വാക്കിനർത്ഥം. ഒരു സ്തോത്രം രചിച്ച് ദേവൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. ഇനി ഒരു ലക്ഷണമൊത്ത ഒരു ക്ഷേത്രം, താൽക്കാലികമായൊരു ചെറിയ ക്ഷേത്രം മതി എന്നാണല്ലോ പറഞ്ഞത്. കാലങ്ങൾ കുറച്ച് കടന്നുപോയി, ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. അതാണ് ഈ ചെറിയ ക്ഷേത്രം കഴിഞ്ഞിട്ട് അടുത്ത ഉടനെ ലക്ഷണമൊത്ത ക്ഷേത്രം വരുമ്പോൾ ശ്രോതാക്കൾക്കൊരു ഇതെന്താ ആദ്യം ഒന്ന് സ്ഥാപിക്കുന്നു, ഉടനെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഒരു ലക്ഷണമൊത്ത ഒരു ക്ഷേത്രം സ്ഥാപിക്കണമെന്ന് തോന്നി. അതിലത്തേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പം അക്കാലത്ത് ക്ഷേത്രം സ്ഥാപിക്കണമെങ്കിൽ സർക്കാരിൽ നിന്നും നേരത്തെ അനുവാദം വാങ്ങണം. സർക്കാരിൽ നിന്നും അനുവാദം വാങ്ങാൻ വേണ്ടി നമ്മുടെ കാരാട്ടുപറമ്പിൽ കൃഷ്ണനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അനുവാദത്തിന് വേണ്ടി പോയപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, ഇവിടെ നേരത്തെ ഒരു ക്ഷേത്രം ഉണ്ട്, അതിൻ്റെ പേരിൽ കേസെടുത്തു. കേസായി, വഴക്കായി. അവസാനം ഒരു ക്ഷേത്രത്തിൻ്റെ ആവശ്യകത എന്താണെന്നും പറഞ്ഞ് മനസ്സിലാക്കുകയും ഗുരുദേവൻ ഇതുപോലെ അനേക ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് വരികയാണ്.
അതിൻ്റെ ഭാഗമാണെന്നെല്ലാം കൂടെ പറഞ്ഞ് ഈ കാരാട്ടുപറമ്പിൽ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി 5 രൂപ ഫൈൻ അടിച്ചു. 5 രൂപയെന്ന് പറയുമ്പോൾ അത് നല്ലൊരു ഫൈനാണെന്ന് കൂടെ ഓർക്കണം. 5 രൂപ ഫൈൻ, അതൊരു ഇന്നത്തെ ഒരു 50,000-ൻ്റെ ഇത് വരും. കോടതി 5 രൂപ ഫൈൻ അടിക്കുകയും നേരത്തെ ക്ഷേത്രം സ്ഥാപിച്ചതിന് ഒരു താൽക്കാലിക ക്ഷേത്രം അവിടെ വെച്ച് സ്ഥാപിക്കുകയും തുടർന്ന് ഒരു ക്ഷേത്രം അവിടെ സ്ഥാപിക്കാനുള്ള അനുമതി കൊടുക്കുകയും ആ അനുമതിയിൽ ഒരു കാര്യം കൂടെ എഴുതിയിരുന്നു. ഈ ക്ഷേത്രത്തിൽ ഈഴവർക്ക് മാത്രമല്ല എല്ലാ ജാതിക്കാർക്കും പ്രവേശനം കൊടുക്കണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ഈഴവർക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിക്കാനല്ല പോയത്. ആ നാട്ടിൽ ഈഴവർ മാത്രമുള്ളതല്ല, എല്ലാ ജാതിക്കാരും ഉണ്ട്. അപ്പോൾ അന്നത്തെ ഭരണകർത്താക്കളും വളരെ ബുദ്ധിപൂർവ്വം ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ ജാതികളെ തമ്മിൽ അടുപ്പിക്കാം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഒരു ഉത്തരവിൽ വരുമ്പോൾ തന്നെ മനസ്സിലാകണം ഇത് ഈഴവരുടെ ക്ഷേത്രം. അങ്ങനെയാണല്ലോ ഇപ്പോഴും. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളും ഓരോ ജാതിക്കായിട്ട് ചില ക്ഷേത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഈഴവരുടെ ക്ഷേത്രം മാത്രം ആക്കരുതെന്ന് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കോടതി തന്നെ ഉത്തരവിട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ട. അങ്ങനെ ഒരു ജാതിക്ക് വേണ്ടിയല്ല. പെരിങ്ങോട്ടുകരയിൽ ഒരു സമുദായം മാത്രമല്ല, അനേക സമുദായത്തിലുള്ള ആൾക്കാർ ഈ നമ്മുടെ ശിവലിംഗദാസ് സ്വാമികളെ കാണാൻ വന്നിരുന്നു. അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ, വലിയ ക്ഷേത്രമാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ ക്ഷേത്രത്തിനുള്ള എല്ലാവിധമായ സാഹചര്യവും ഒത്തു. നമ്മുടെ പ്രതിപാദ്യ പുരുഷൻ വിദ്യാദായകനാണെന്നറിയാം. എവിടെ പോയാലും വിദ്യ കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇവിടുത്തെ യുവാക്കളെ സംഘടിപ്പിച്ച് യുവാക്കൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള വിദ്യ കൊടുത്തു. കുട്ടികളെ കൊണ്ടുവന്നു. കുട്ടികൾക്ക് സംസ്കൃത പഠനവും അതുപോലെ ചെറിയ ചെറിയ കഥകൾ ശ്ലോകങ്ങളിലൂടെ എഴുതി കൊടുത്തു. അതായത് മാത്രമല്ല, കഥകൾ എന്ന് പറയുമ്പോൾ വെറും കഥയല്ല, കടങ്കഥ. കടങ്കഥയെന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു പഠിപ്പിക്കുന്ന ഒരു വിദ്യയാണ്. കടങ്കഥാ രൂപത്തിൽ പഠിപ്പിക്കുക. ഈ കടങ്കഥാ രൂപത്തിൽ പഠിപ്പിക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് കാര്യമെല്ലാം ഓർമ്മയിലുണ്ടാകും. നമുക്ക് ചെറിയ ചെറിയ കാളകിടക്കും കയറോടും എന്നൊക്കെ പറയുന്ന ആ കടങ്കഥ പോലും. പക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് പദ്യാത്മകമായിട്ടാണ്, പദ്യത്തിലൂടെ കടങ്കഥകൾ. അപ്പോൾ ഈ പദ്യം കുട്ടി പഠിക്കും. അപ്പോൾ അത്രയും തലച്ചോറ് വികസിക്കും. ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചു. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പഠിപ്പിച്ചു. പ്രഭാതത്തിലെ കുറി, പ്രാർത്ഥന, ക്ഷേത്രദർശനം, സംസ്കാരം. അപ്പോൾ പ്രഭാതത്തിൽ എന്ത് ചെയ്യണം? കുളിക്കണം, കുറി തൊടണം, പിന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്രദർശനം നടത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം. ഇവിടെ ഇതാ ചില മതക്കാരാണെങ്കിൽ അവരുടെ മതത്തിൽപ്പെട്ട കുട്ടികളെ അവരുടെ മതാചാരങ്ങൾ വളരെ ചെറുതിലേ തന്നെ പഠിപ്പിക്കുന്നു. ചില മതക്കാരാണെങ്കിലോ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ആ തങ്ങളുടെ മതത്തിൻ്റെ സംസ്കാരത്തെ അവർ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാത്തത് കൊണ്ടോ ആ മതത്തിൽപ്പെടുന്ന കുട്ടികൾ പിന്നെ ആ മതത്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ചെറുതിലേ കൊടുക്കേണ്ട ചില ഗുണപാഠങ്ങളുണ്ട്, ചില സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരം നമ്മൾ കൊടുത്താൽ മാത്രമേ കുട്ടികൾ അതിൽ നിൽക്കാനുള്ള സാധ്യതയുള്ളൂ. ഇത് മാത്രമല്ല, ഇദ്ദേഹം കുടുംബിനികൾക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകുക. അതായത് ഒരു വീട് നല്ലതായി മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഗ്രഹനായികയ്ക്ക് മാത്രമേ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ മരുമകൾ ആദ്യം വീട്ടിൽ വന്ന് വിളക്ക് കൊടുത്ത് കയറുന്ന ആ ചടങ്ങ് കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ താക്കോൽ ഏൽപ്പിക്കുന്ന മൂത്ത മരുമകളെ, ആ വീട്ടിൻ്റെ, അത് മരുമകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മൂത്ത മരുമകളെ ആ വീട്ടിൻ്റെ താക്കോൽ ഏൽപ്പിക്കുന്ന ഒരു രീതി കൂടെയുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ ഗ്രഹനായിക വിചാരിക്കണം. അപ്പോൾ ആ ഗ്രഹനായികയ്ക്ക് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ആരിൽ നിന്ന് കിട്ടണം? നമ്മുടെ
ഗുരുനാഥന്മാരിൽ നിന്നും കിട്ടണം. ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നത്. നമ്മുടെ അവധൂത് ഗുരുപ്രസാദ് ജിയുടെ ആത്മഭാഷണം. ഈ ആത്മഭാഷണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിനോട് പറയുന്ന ഭാഷണമാകാം, അല്ലെങ്കിൽ ഏതൊരു ഭക്തനും ആ ഭക്ത മനസ്സിനോട് പറയുന്ന ഭാഷണമാകാം. അവിടെ ഈ ആത്മഭാഷണം എന്ന് പറഞ്ഞാൽ അതൊരു നാടകീയ ശൈലിയാണ്. പണ്ട് കാലത്ത് നാടകങ്ങളിൽ ഒരു കഥാപാത്രം എങ്ങനെ വരും, കഥാപാത്രം സ്വന്തം അനുഭവങ്ങൾ ഇങ്ങനെ, അല്ലെങ്കിൽ സ്വന്തം മനസ്സിലെ ചിന്താഗതികൾ വിളിച്ച് പറയുന്നതിനാണ് ആത്മഭാഷണം. ഈ ആത്മഭാഷണം ഞാൻ ഇതേപോലെ ഇവിടെ ഒരു സത്സംഗത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് തന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു. അതിൽ പല ശ്ലോകങ്ങൾ, ഞാനതിൻ്റെ ശ്ലോകമെന്നാണ് പറയുന്നത്, അത് സംഭാഷണ ശൈലിയിൽ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്ലോകം എന്ന വാക്ക് തന്നെ, ശ്ലോകത്തിനേക്കാൾ അത് ശ്രേഷ്ഠമാണ്. വായിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു റിവ്യൂ പോലെ പറയുകയും ചെയ്തു. ഇന്നത്തെ വീടുകളിൽ അതൊന്ന് വായിച്ച് ഈ കുടുംബിനികൾ അതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കാമെങ്കിൽ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളേ ഉണ്ടാകില്ല. രാധയുടെ ചിന്താഗതികൾ, രാധ ഒന്ന് പറയുമ്പോൾ അതല്ല ഇതെന്ന് പറയാതെ മറ്റൊരു മറുപടിയിലൂടെ, അതായത് താങ്കളൊരു അഭിപ്രായം എന്നോട് പറയുന്നു, അതിനെ ഞാൻ ഖണ്ഡിക്കാതെ തന്നെ അതിൻ്റെ മറുപടി പറയുന്നു. നമ്മളുടെ ഇന്ന് കുടുംബത്തിലുള്ള പ്രശ്നം എന്താ? ഗ്രഹനായിക പറയുന്നത് ഗ്രഹനാഥൻ ഇഷ്ടപ്പെടുന്നില്ല, ഗ്രഹനാഥൻ പറയുന്നത് ഇവർ ഖണ്ഡിക്കും. ഇവർ പരസ്പരം ഖണ്ഡിക്കാനാണ് നിൽക്കുന്നത്. പക്ഷെ ഖണ്ഡിക്കാതെ വളരെ സമാധാനപരമായി ഒരു മറുപടി പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആത്മഭാഷണം നല്ല രീതിയിൽ വായിച്ച് കുടുംബനാഥന്മാരും ആയിക്കോട്ടെ അത് ഉൾക്കൊള്ളാമെങ്കിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട്, കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഈ ഗ്രഹനായികമാർ അനുഷ്ഠിക്കേണ്ട, അവരെത്രത്തോളം ത്യാഗം സഹിക്കണം, അവരുടെ ജീവിതചര്യകൾ എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം ക്ലാസ് എടുക്കുന്നതും, ഈ ഗ്രഹനായികമാർക്ക് ക്ലാസ് എടുക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ സമൂഹത്തിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ ഒരേ സമയം യുവാക്കളെ, കുട്ടികൾക്ക്, കുടുംബിനിമാർക്ക്, അപ്പോൾ ഒരു വിഭാഗത്തെ അങ്ങ് അദ്ദേഹം ഒഴിവാക്കി. യുവാക്കൾ, ഇത്തിരി പ്രായമുള്ളവരെ അങ്ങ് ഒഴിവാക്കി. എനിക്ക് തോന്നുന്നു, എൻ്റെ തോന്നലാണ്, പ്രായമുള്ളവരെ ഒഴിവാക്കി എന്താ, അവരെ ഇനി നേരെയാക്കി കൊണ്ടുവന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവരെ നേരെയാക്കി കൊണ്ടുവന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നേരെയാക്കേണ്ടവരാ. കുട്ടികളെ നേരെയാക്കി കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടും. സ്ത്രീകളെ നേരെയാക്കി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടും. യുവാക്കളെ നേരെയാക്കി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അദ്ദേഹം സിദ്ധനായി തീരുകയാണ്. ശിവലിംഗദാസ സ്വാമികൾ പൊതുവെ അന്തർമുഖനാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഗുരുവിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഗുരുവിൻ്റെ എല്ലാ ഗുണങ്ങളും ആ ശിഷ്യനിലേക്കും പകർന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിൽ ശിവലിംഗദാസ സ്വാമികളിൽ എന്തെങ്കിലും സിദ്ധികൾ ഉള്ളതായിട്ട് എവിടെയെങ്കിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും സിദ്ധ പുരുഷനായിരുന്നു ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ. അപ്പം സിദ്ധികൾ എന്താണ് എന്നുകൂടെ പറഞ്ഞിട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ സിദ്ധ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഈ സിദ്ധികൾ എന്താണെന്ന് ഇപ്പം അങ്ങേക്കറിയാം, പക്ഷേ എല്ലാ ശ്രോതാക്കളും അറിയണമെന്നില്ല. കാരണം ശ്രീ നാരായണ ഗുരുദേവൻ ആർത്തിരമ്പി വരുന്ന സമുദ്രത്തിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. സമുദ്രം അവിടെ നിന്നു. അത് വായിച്ചത് മുതൽ എനിക്കാകെ സംശയമായി. ഈ പ്രകൃതി ശക്തിയെ നിയന്ത്രിക്കാൻ കഴിയുമോ? ഞാൻ ഈ സംശയവുമായിട്ട് നടന്നപ്പോഴാണ് യോഗാഭ്യാസം നേടിയ ഒരാളിന്, തപസ്സനുഷ്ഠിക്കുന്ന ഒരാളിന്, ധ്യാനം അനുഷ്ഠിക്കുന്ന ഒരാളിന് 8 സിദ്ധികൾ കിട്ടും.
അഷ്ടസിദ്ധികൾ കിട്ടും. ഈ അഷ്ടസിദ്ധികൾ നേടിക്കഴിഞ്ഞാലോ എല്ലാം സാധ്യമാണ്. അപ്പം ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയല്ല ഈ അഷ്ടസിദ്ധികൾ. ഇവരൊരിക്കലും ഈ ഏത് ഗുരുവായാലും അഷ്ടസിദ്ധിക്ക് വേണ്ടി പോകുന്നവർ, തപസ്സനുഷ്ഠിക്കാൻ പോകുന്നവർ, യോഗാഭ്യാസം ചെയ്യുന്നത്, ധ്യാനം ചെയ്യുന്നത് അഷ്ടസിദ്ധിക്ക് വേണ്ടിയല്ല. അവരിത് ചെയ്യുന്നു, അവർക്ക് കിട്ടുന്നു. സ്വാഭാവികമായിട്ടും കർമ്മം ചെയ്താൽ ഫലം കിട്ടും. അതുപോലെ ഇവർ കർമ്മം ചെയ്യുന്നു. എന്നാൽ ഒരു ഗുരു ഒരിക്കലും താൻ സിദ്ധനാണ്, എന്നിൽ സിദ്ധപ്രവർത്തികളുണ്ട് എന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ അവരുടെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം സിദ്ധി എന്ന് പറയുമ്പോൾ യോഗം, ധ്യാനം, തപസ് എന്നിവയിലൂടെ ലഭിക്കുന്ന ഒരു അസാധാരണമായ ശക്തി, സാധാരണമല്ല, ഒരു അസാധാരണമായ ശക്തിയാണ് സിദ്ധി എന്ന് പറയുന്നത്. ഇത് ഹിന്ദുമത തത്വശാസ്ത്ര പ്രകാരമാണ് പറയുന്നത്. സിദ്ധി ആർക്ക് വേണോ നേടാം. ഹിന്ദുമതത്തിലുള്ള ഈ സിദ്ധികൾ അനേകം മറ്റുള്ള ആൾക്കാർ നേടിയിട്ടുണ്ട്. ഇത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടാണ്. ലോക ചരിത്രത്തിൽ സിദ്ധി ഹിന്ദുമത തത്വശാസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം, ഇപ്പം യോഗ, ആദ്യ യോഗി ആയിരുന്നു കേട്ട് കഴിഞ്ഞാൽ ഭഗവാൻ ശിവനാണ്. യോഗയുടെ ചരിത്രം എടുക്കുമ്പോൾ ആദ്യത്തെ യോഗി എന്ന് പറയുന്നത് ഭഗവാൻ ശിവനാണ്. ആധുനിക കാലത്ത് യോഗ പ്രസിദ്ധമായി തീർന്നപ്പോൾ ചില രാഷ്ട്രീയക്കാരന്മാർ ചോദിക്കുക, യോഗ അതിന് മതമുണ്ടോ? അപ്പോൾ ശിവന് മതമില്ല. ശരി, ശിവന് മതമില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ശിവഭഗവാനെ അംഗീകരിക്കൂ. ശിവനെ നിങ്ങൾ മതത്തിൽ ഉൾപ്പെടുത്തണ്ട. അദ്ദേഹം ഒരു ഈശ്വരീയ ചൈതന്യമാണ്, അദ്ദേഹത്തിൽ നിന്നാണ് ഈ യോഗ വന്നത് എന്ന് താങ്കൾ അംഗീകരിക്കൂ. അതുമില്ല. യോഗ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറന്നു വന്നപ്പോൾ ഈ രാഷ്ട്രീയക്കാരന്മാർ പിടിച്ചെടുത്തു എന്നാണ് എല്ലാ രാഷ്ട്രീയക്കാരെയല്ല പറയുന്ന, ചില രാഷ്ട്രീയക്കാരന്മാർ പറയുന്നത്. ഏതൊക്കെ ഒരു പ്രമുഖനായ രാഷ്ട്രീയക്കാരൻ പറഞ്ഞിരുന്നു, യോഗ ഹിന്ദുവിൻ്റേതല്ല. ഇവിടെ ആരും പറഞ്ഞില്ല യോഗ ഹിന്ദുവിൻ്റേതാണെന്ന്. പക്ഷേ ചരിത്രം അന്വേഷിച്ച് പോകുമ്പോൾ, അല്ലയോ രാഷ്ട്രീയക്കാരാ, ഇത് ഹിന്ദു മതത്തിലുള്ളതാണ്, അല്ലാതെ നിനക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല, പരിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റില്ല, ബൈബിളിലെ പഴയ നിയമത്തിൽ കാണാൻ പറ്റില്ല, പുതിയ നിയമത്തിൽ കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഏതൊരു മതഗ്രന്ഥം എടുത്താലും അതിലൊന്നും എന്ത് കാണാൻ പറ്റില്ല? യോഗ കാണാൻ പറ്റില്ല. അതേപോലെ സിദ്ധിയും ഏതിൽ മാത്രമേ കാണാൻ പറ്റൂ? ഹിന്ദു സാംസ്കാരികതയുമായി ബന്ധപ്പെടുന്ന പുസ്തകത്തിൽ മാത്രമേ സിദ്ധി കാണാൻ. അപ്പോൾ അഷ്ടസിദ്ധികളാണെന്ന് പറഞ്ഞു. ആ അഷ്ടസിദ്ധികൾ ഏതെല്ലാമെന്ന് പറയാം. ഒന്നാമത്തത് അണിമ, 2 മഹിമ, 3 ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശുദ്ധം, വശിത്വം. ഇനി ഒന്നൊന്നായിട്ട് പറയാം. അണിമ. അണിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യന്തം ചെറുതാകാനുള്ള കഴിവ്. നമ്മുടെ ശരീരത്തെ എത്ര വേണോ ചെറുതാക്കാം. മഹാഭാരതത്തിൽ രാമേശ്വരത്ത് നിന്ന് ലങ്കയിലേക്ക് ചാടുമ്പോൾ ഒരു രാക്ഷസ് ഇങ്ങനെ വരുന്നുണ്ട്. ഹനുമാൻ എന്ത് ചെയ്തു? ചെറുതായി 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 നേരെ വാക്യകത്ത് അങ്ങ് കയറിപ്പോയി. എന്നിട്ടോ വലുതായി 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 രാക്ഷസിയുടെ തല പൊട്ടി പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ സിദ്ധി ഹനുമാൻ സ്വാമിക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അല്ല ഇന്നാളുള്ള തലമുറ എടുത്ത് രാക്ഷസിയുടെ തലയിൽ അങ്ങ് വാക്യകത്ത് അങ്ങ് കയറിപ്പോകുന്നു, വരുന്നു. ഇതൊക്കെ കഥയായിരിക്കും, അല്ലാതെ എന്താ? സിദ്ധിയെക്കുറിച്ച് അവനറിയില്ല. അപ്പോൾ ആദ്യത്തേത് അണിമ, ചെറുതാകാനുള്ളത്. അടുത്തത് മഹിമ. മഹിമയെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, വലുതാവുക. എത്ര വലുതാകാൻ പറ്റുമോ അത്രയും വലുതായിട്ട് വരുന്നതാണ് മഹിമ. അപ്പോൾ അണിമ, ഗരിമ, മഹിമ. അടുത്ത മൂന്നാമത്തത് ഗരിമ. ഗരിമയെന്ന് പറയുന്നത് വളരെ ഭാരമുള്ളതാവുക. നമ്മുടെ ശരീരത്തെ എത്ര ഭാരമുള്ളതാക്കാൻ വേണമെങ്കിലും കഴിയും. അത് കഴിഞ്ഞാൽ ലഘിമ. ലഘിമ എന്ന് പറയുമ്പോൾ ഗരിമയുടെ നേരെ വിപരീതം. എത്ര ഭാരം കുറയ്ക്കാൻ, അതിരുപോലെ എത്ര ഭാരം കുറയ്ക്കണോ 100 കിലോ 1 കിലോ ആക്കാൻ കഴിയും. ഇനി പ്രാപ്തി. ഏതും എവിടെയും ലഭ്യമാക്കാനുള്ള കഴിവ്.
ഏതൊരു സാധനം എവിടെ വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ലഭ്യമാക്കാം. അത് വലിയ കഴിവ്. ഇപ്പോൾ ഇദ്ദേഹം എവിടെ പോയാലും കുറച്ച് ഭസ്മം കൂടെ കൊണ്ടുപോകും, ഈ നമ്മുടെ ശിവലിംഗദാസ് സ്വാമികൾ. അപ്പോൾ ആദ്യം എനിക്കിത് വായിച്ചപ്പോൾ ഇദ്ദേഹം ഭസ്മം കൊണ്ട് പോകുന്നതായിരിക്കും എന്നാണ് തോന്നിയത്. പക്ഷെ ഒരിടത്ത് പോകുമ്പോഴും ഭസ്മം എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കില്ല, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നത്. കാര്യം അദ്ദേഹത്തിന് പ്രാപ്തി എന്ന് പറയുന്ന ആ ഒരു അഷ്ടസിദ്ധികളിലൊന്ന് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അഷ്ടസിദ്ധിയുണ്ട്, അതിൽ അദ്ദേഹം അവിടെ വെച്ച് പ്രാപ്തി പ്രയോഗിക്കും. ഇനി പ്രാഗാമ്യം. പ്രാഗാമ്യം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള കഴിവ്. ആഗ്രഹങ്ങൾ തൻ്റെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളും ബാക്കിയുള്ളവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്. അല്ലെങ്കിൽ സന്യാസിമാർ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ബാക്കിയുള്ളവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പാറൻകുട്ടിയുടെ കഥ. അവിടെ ഗുരുദേവൻ്റെ അടുത്ത് വന്നപ്പോൾ ഗുരുദേവന് മനസ്സിലായി ധനമാണ് പ്രശ്നം, അത് അദ്ദേഹം സാധിച്ചു കൊടുത്തു. ഇനി ഈശിത്വം. അതായത് ഈശിത്വം എന്ന് പറയുമ്പോൾ നിയന്ത്രണശേഷി അല്ലെങ്കിൽ ആധിപത്യം, ഒരു വ്യക്തിയെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു കഴിവ്. ആ വ്യക്തിയിൽ മാത്രമല്ല, ലോകത്തെയും നിയന്ത്രിക്കാൻ, ലോകത്തിൽ ആധിപത്യം നേടാൻ. അങ്ങനെയാണ് സമുദ്രത്തെ തടഞ്ഞത്, മഴ കൊണ്ടുവരിക. ഇതെല്ലാം ഈ ഈശിത്വത്തിൽ നിന്നുമാണ്. ഇനി വശിത്വം. വശിത്വം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ നിയന്ത്രീകരിക്കുക, മറ്റുള്ളവരെ വശീകരിക്കുക, മറ്റുള്ളവരെ തന്നോടൊപ്പം നിർത്താനുള്ള കഴിവ്. ഇതാണ് ഈ അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത്. ഈ അഷ്ടസിദ്ധികൾ ഇവർക്ക് എല്ലാവർക്കും, സിദ്ധരായ എല്ലാ സിദ്ധന്മാർക്കും ഈ അഷ്ടസിദ്ധികൾ ഉണ്ടായിരുന്നു. കാറ്റ്, മഴ, അഗ്നി, സമുദ്രം എന്നിവ നിയന്ത്രിക്കുക, പെയ്തുകൊണ്ട് നിൽക്കുന്നതല്ല നിർത്തുക എന്ന് പറയുക. മഴയില്ലെങ്കിൽ മഴ പെയ്യിക്കുക. ഒരേ സമയം അനേക ശരീരങ്ങളെടുത്ത് സഞ്ചരിക്കുക. ആളൊന്ന്, ശരീരം പലത്. ഗുരുദേവൻ അവിടെ റൂമിലും ഉണ്ടായിരുന്നു, അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് പോയിട്ട് വരുന്നതും കണ്ടു. അപ്പോൾ പോയ ആളാർ ഇവിടെ നിന്നയാളാണ്. ഒരേ സമയം അനേക ശരീരത്തിലൂടെ സഞ്ചരിക്കുക. ആകാശഗമനം, യാത്രകൾ ആകാശത്തിലൂടെ ആവുക. ഒരു സ്ഥലത്ത് നിന്ന് ചലിക്കാതെ എവിടെയും എത്തുക. നിൽക്കുന്നിടത്ത് അവിടെ തന്നെ നിൽക്കും. ഈ നിൽക്കുന്ന വ്യക്തി മറ്റൊരു സ്ഥലത്ത് എത്തും. ഒരേ സമയത്ത് അനേക ശരീരങ്ങളെടുത്ത് സഞ്ചരിക്കുക. ഇതൊക്കെയാണ് അഷ്ടസിദ്ധികളുടെ ഇത്. അപ്പോൾ ഈ അഷ്ടസിദ്ധികൾ ഉള്ള ഏതൊരു വ്യക്തിക്കും എന്തും ഏത് പ്രകൃതി ശക്തിയെയും നിയന്ത്രിക്കാം. ആ അഷ്ടസിദ്ധികൾ തൻ്റെ ഗുരുവിനുള്ളത് എന്നതുപോലെ അല്ലേ, തൻ്റെ ഗുരുവിന് എപ്രകാരമാണോ അഷ്ടസിദ്ധികൾ ലഭ്യമായത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ആ അഷ്ടസിദ്ധികൾ ലഭ്യമായിരുന്നു. കാലാന്തകനായ ശിവപെരുമാളോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ശ്ലോകം എഴുതി. അതായത് അതിൻ്റെ സാഹചര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ കുഞ്ഞയ്യപ്പൻ, തണ്ടാശ്ശേരി കുഞ്ഞയ്യപ്പന് ഒരു മകളുണ്ട്. മകൾ കോതമ്മ എന്നാണ് മകളുടെ പേര്. ഞാനിങ്ങനെ മകൾ ഗൗരി എന്ന് പറയാനായിട്ട് വന്നു. അപ്പോൾ ഗൗരിയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ കുട്ടിക്ക് ഒരു പനി വന്നു. സാധാരണ ഒരു പനി, ചുമ. ഇത് കൂടി സന്നിപാത ജ്വരത്തിൽ കൊണ്ടുപോയി അനേകം. അപ്പോൾ അന്ന് നമ്മുടെ ഇദ്ദേഹം ഇവിടെ ഈ വീട്ടിൽ താമസിക്കുകയാണ്. ശിവലിംഗദാസ്വാമി ആ വീട്ടിൻ്റെ ഒരറ്റത്ത് താമസിക്കുകയാണ്. ഒരു കുട്ടിക്ക് പനി വന്നു, ചികിത്സിക്കുന്നു. അവർ ശിവലിംഗദാസ്വാമികളെ അറിയിച്ചതുമില്ല. അവിടെ സ്വാമിയുടെ അടുത്ത് എപ്പോഴും തിരക്കാണേ. ഇവിടെ അങ്ങോട്ട് പോയി പറഞ്ഞതുമില്ല, ഒന്നുമില്ല. അലോപ്പതി ചികിത്സ നടത്തി, ആയുർവേദ ചികിത്സ നടത്തി. അന്ന് 2 ചികിത്സ ഇവിടെ ഉള്ളൂ. അലോപ്പതി കിട്ടിയില്ല എങ്കിൽ ആയുർവേദം. ഈ കുട്ടിയെ സംബന്ധിച്ച് സാമ്പത്തികത്തിന് കുഴപ്പമൊന്നുമില്ല. 2 ചികിത്സ നടത്തിയിട്ടും ഒരു മാറ്റവുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. കുട്ടി മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. കുട്ടിയുടെ മരണം അടുത്തു. കൈകാലിട്ടടിക്കുക,
ഏതാണ്ട് മരിക്കാറായി, അഥവാ മരിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് വീട്ടുകാർ എല്ലാവരും കൂടെ കിടന്ന് വിളിച്ചു. ഈ വിളി കേട്ട് നമ്മുടെ പ്രതിപാദ്യ പുരുഷൻ ഇവിടെ വന്നു. അപ്പോൾ എല്ലാവരെയും നോക്കി കുട്ടിയെ നോക്കിയപ്പോൾ കോതമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിനും ആത്മാവ് പോയിട്ടില്ല. അതിനു മുമ്പ് ഒരു ശാന്തതയുണ്ടല്ലോ, ആ ശാന്തതയിലാണ്. അവിടെ എല്ലാം കുട്ടിയെ നോക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. നിമിഷ നേരം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം, എന്തായാലും അവിടെ നിന്ന് ഭസ്മം എടുത്തുകൊണ്ട് വരില്ല എന്നുകൂടെ ഓർമ്മിക്കണം. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം കുട്ടിയുടെ നെറ്റിയിൽ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു കവിത കുറിച്ചു. ആ കവിത ആർക്കാണ് കുറിച്ചത്? കാലാന്തകനായ ശിവപെരുമാളിന് വേണ്ടി ഒരു കവിത. ആ കവിത എഴുതി 6 വരികൾ എഴുതി അത് കുഞ്ഞയ്യപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു. കുഞ്ഞയ്യപ്പൻ കവിത വായിച്ചു. കവിത വായിച്ചപ്പോൾ 6 വരിയും വായിച്ചു തീർന്നപ്പോൾ അനങ്ങാത്ത കൈയും കാലും അനങ്ങി. ആ ശരീരം ഒന്ന് വിറച്ചു. കുട്ടി കണ്ണു തുറന്നു. എല്ലാവരെയും നോക്കി, ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ. അത്രയും സമയം ജ്വരം പിടിച്ച് മരിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. എല്ലാവരെയും ഒന്ന് നോക്കി. ഒരു പുതു ജന്മം എന്നതുപോലെ ആ കുട്ടി അവിടെ വന്നു, ജനിച്ചു. പുനർജന്മം എന്നതുപോലെ. കുട്ടിയുടെ ആദ്യ പേര് കോതമ്മ എന്നായിരുന്നു. പക്ഷെ കോതമ്മയ്ക്ക് പകരം അദ്ദേഹം ഇതിൽ ഗൗരി നീ ഗൗരിയെ രക്ഷിക്കണം, അതായത് ശിവപെരുമാളിനോട് ഗൗരിയെ രക്ഷിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നീ ഗൗരിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അങ്ങനെ പിന്നീട് ഈ കോതമ്മ ഗൗരി എന്ന പേരിൽ, കോതമ്മ ഗൗരി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ കുട്ടിയുടെ വിവാഹം കാലങ്ങൾക്ക് ശേഷം സമുദായ നേതാവായ AR രാമൻ ആണ് ഈ കുട്ടിയെ വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ച് വളരെ കാലം അവർ ദാമ്പത്യ സുഖദുഃഖങ്ങൾ അനുഭവിച്ചാണ്, സാധാരണ പ്രായമായതിന് ശേഷമാണ്, എന്ന് വെച്ചാൽ മരിക്കാനുള്ള പ്രായമായതിന് ശേഷമാണ് ആ കോതമ്മ എന്ന ഗൗരി ഇഹലോകത്തിലേക്ക് പോകുന്നത്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണവും പ്രവചനവും, അതായത് ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളുടെ പിതാവിൻ്റെ മരണവും നേരത്തെ ഇദ്ദേഹം പ്രവചിച്ചു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ ഭവനത്തിൽ താമസിക്കുമ്പോൾ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ദൂരെയുള്ള കാര്യങ്ങൾ ശ്രവിക്കാൻ കഴിയും. ഇദ്ദേഹം അന്ന് ഇവിടെ നിന്ന് പോയതാ. ഈ ഇടയ്ക്ക് അരിയപ്പുറത്ത് വന്നപ്പോഴും വീട്ടിൽ പോയിട്ടില്ല. അതുകൂടെ ഓർക്കണം. ഇദ്ദേഹത്തെ വീടൊക്കെ മറന്നു. എത്രയോ വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇങ്ങനെ നമ്മുടെ ഈ കുഞ്ഞയ്യപ്പനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു, എനിക്കൊരു 10 രൂപ വേണം. സാധാരണ ഇദ്ദേഹം ആരോടും പൈസയൊന്നും ചോദിക്കാത്ത വ്യക്തിയാണ്. 10 രൂപ അത് കയ്യിൽ വേണ്ട. ഇദ്ദേഹം എവിടെ പോയാലും പൈസ കൊണ്ടുപോവില്ല. പൈസ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. എനിക്കൊരു 10 രൂപ വേണം. നോക്കിയിട്ട് എന്തിനാ? എൻ്റെ അച്ഛൻ സീരിയസാണ്, പൈസ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. 10 രൂപ എൻ്റെ വീട്ടിലേക്ക് മണി ഓർഡർ ചെയ്തു കൊടുക്കണം. അപ്പോൾ സാധാരണ ഈ സിദ്ധപുരുഷന്മാർ അല്ലെങ്കിൽ സന്യാസിമാർക്ക് അവരുടെ പൂർവാശ്രമത്തിലെ അച്ഛനും അമ്മയും എല്ലാം ഒപ്പം പോലെ തന്നെയാണ്. വേറെ നാട്ടിലുള്ള അച്ഛനും അമ്മയും എല്ലാവരും അവരുടെ അച്ഛനും അമ്മയും എല്ലാം ആണല്ലോ. അവർക്ക് പ്രത്യേക അച്ഛനോട് ഒരു പ്രത്യേക സ്നേഹമൊന്നുമില്ല. എന്നാലും മകനെന്ന് പറയുന്ന ഒരു കർത്തവ്യം മനസ്സിൻ്റെ എവിടെയെങ്കിലും കിടക്കുമല്ലോ. ഒരിക്കലും ഒരു മകനെന്ന് പറയുന്ന ഒരു സംരക്ഷണം അച്ഛനിൽ നിന്നും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുമില്ല. അമ്മ മരിച്ചതോടുകൂടി ഒരു 2ാം വിവാഹം, ഒരു കടയിൽ കൊണ്ടാക്കി അവിടെ നിൽക്കാത്തത് കൊണ്ട് ഭയങ്കര ദേഷ്യവും അതും ഇതുമൊക്കെ ആയിരുന്നു. പിന്നെ
നാടും വീട്ടുകാരും നാട്ടുകാരും ഈ ഗുരുദേവൻ്റെ പിന്നാലെ വന്നതുകൊണ്ട് ഒന്ന് തല്ലി പുറത്താക്കിയതിന് സമയം അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ഇദ്ദേഹം 10 രൂപ അയച്ചു കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ലെറ്റർ വന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ അയച്ചതാണ്. വീട്ടിൽ പൈസയ്ക്ക് വളരെ ദാരിദ്ര്യമുണ്ടായിരുന്നു. ഈ 10 രൂപ കിട്ടിയപ്പോഴത്തേക്കും ആ രൂപ കൊണ്ട് അച്ഛനെ ചികിത്സിക്കാൻ കഴിഞ്ഞു. അന്നത്തെ 10 രൂപ വലിയൊരു തുകയാണ്. അച്ഛനെ ചികിത്സിക്കാൻ കഴിഞ്ഞു. അച്ഛൻ നീ എവിടെ ഇരുന്നാലും നന്നായിരിക്കും, നീ അതിപ്രശസ്തനായി തീരുമെന്ന് 7-8 പ്രാവശ്യം അച്ഛൻ പറയുകയുണ്ടായി. ഞങ്ങൾക്കും അത് കേട്ട് സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞ് ഒരു മറുപടി കത്തും വന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഒരു ബുധനാഴ്ച ദിവസം ഇദ്ദേഹം രാവിലെ എഴിച്ചത് മുതൽ ഒന്നും സംസാരിക്കുന്നില്ല. വളരെ മൗനത്തിലാണ്, വളരെ ദുഃഖിതനാണ്. കണ്ടാൽ ദുഃഖിതനാണെന്നേ തോന്നുന്നു. അല്ലെങ്കിൽ രാവിലെ അഴിച്ച നല്ല പ്രസരിപ്പുള്ള ഒരു വ്യക്തിയാണ്. ബുധനാഴ്ച ദിവസമാണ്. എന്താണ് കാര്യം? ഈ തണ്ടാശ്ശേരി അങ്ങോട്ട് പോയി ചോദിച്ചു. അതെ, ഇന്നെൻ്റെ അച്ഛൻ മരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ തണ്ടാശ്ശേരി അത്ഭുതത്തോടെ നോക്കുകയാണ്. എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ അറിയാമെന്നുള്ളത് കൊണ്ട് ഒന്നും മിണ്ടിയില്ല. ആ ദിവസവും കഴിഞ്ഞു പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കത്ത് വന്നു. നമ്മുടെ അച്ഛൻ മരിച്ചുപോയി, ഇത്രാം തീയതി ബുധനാഴ്ചയായിരുന്നു. തണ്ടാശ്ശേരി നോക്കുമ്പോൾ ഇത് രണ്ടും ഏതാണ്ട് ശരിയായിരുന്നു. ഇത് ദൂരശ്രവണത്തിന് ഒരു ഉദാഹരണമായിട്ടെടുക്കാം. ഇതിന് സമാനമായിരുന്നു നമ്മുടെ ഗുരുദേവനും. ഗുരുദേവൻ്റെ അച്ഛൻ മരിക്കുമ്പം ആ മലയിൽ നിന്ന് എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറയുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഗുരുദേവനെ ചെമ്പരന്തിയിൽ നിന്നും ആൾക്കാർ അന്വേഷിച്ച് വരുന്നത് അച്ഛൻ്റെ മരണവാർത്ത അറിയിക്കാൻ വേണ്ടി. ഇനി പെരിങ്ങാട്ടുകരയിൽ ചേർപ്പ് എന്നൊരു സ്ഥലമുണ്ട്. ഈ ചേർപ്പ് എന്ന സ്ഥലത്തിൽ കൂടെ ഈ ശിഷ്യരോടൊപ്പം ഇദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഗ്രാമത്തിലെ ഒരു കുടിലിൽ നിന്നും ദീന ശബ്ദം തുടർച്ചയായി കേട്ടു. അതൊരു പുലയ കുടിലായിരുന്നു. ആ ദീന ശബ്ദം കേട്ട് ഇദ്ദേഹം അങ്ങോട്ട് കയറിപ്പോയി. ഒരു യുവതിയായ ഭാര്യയും 2 മക്കളും. ഇദ്ദേഹം കയറി ചെല്ലുന്നത് കണ്ടുകൊണ്ട് തന്നെ ഈ 2 പേരും അവിടെ നിന്നും, ശിഷ്യന്മാരോടൊത്താണ് പോകുന്നത്, 2 പേരും അവിടെ നിന്ന് ഇറങ്ങി ഓടി. 3 പേരും അവിടെ നിന്ന് ഇറങ്ങി ഓടി. കിടക്കുന്ന രോഗിക്ക് ഓടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ കിടന്നു. അവിടെ പോയി എന്താണ് കാര്യമൊക്കെ ചോദിച്ചു. രോഗമാണ്. ഇദ്ദേഹം ഭസ്മം എടുത്ത് അനുഗ്രഹിച്ചു. രോഗം മാറി. അപ്പോൾ ആ ഓടി വരെ ഇദ്ദേഹം വെളിയിലിറങ്ങി തിരിച്ചു വിളിച്ചു. അവർ വീണ്ടും അങ്ങോട്ട് ഓടി. ഇവർ അവരുടെ പുറകെ വെച്ച് പിടിച്ചു. അപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി നമ്മൾ പോയിട്ട് കാര്യമില്ല, അവർ പുറകെ വരും. അപ്പോൾ അവർ തിരിച്ചു. ജാതിയെക്കുറിച്ചും ജാതി ഇല്ലായ്മയെക്കുറിച്ചും, ജാതി എന്ന് പറയുന്നത് അത് മനുഷ്യ നിർമ്മിതമാണ്, ദൈവം നിർമ്മിച്ചതല്ല. സമൂഹത്തിൽ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും അങ്ങനെയില്ല, എല്ലാവരും സമന്മാരാണ് എന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ആ കുടുംബത്തിന് പിന്നെ വലിയ ഉന്നതി ഉണ്ടായി. അതിലൊരു കുട്ടിയെ ഇദ്ദേഹം പെരിങ്ങോട്ടുകരയിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും അവിടുത്തെ പ്രമുഖമായ ഒരു കുടുംബം ആയി പിന്നീട് തീരുകയും ചെയ്തു. ഇത് മറ്റൊരു ഉദാഹരണമാണ്. ഇനി ഇദ്ദേഹം ശരണാർത്ഥികളെ ഒരിക്കലും തിരിച്ചയക്കാറില്ല. ആര് അദ്ദേഹത്തിൻ്റെ അടുത്ത് അഭയത്തിന് വേണ്ടി ചെന്നാലും അദ്ദേഹം അഭയം കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ല, 2 രൂപ പോലും കടം മറ്റുള്ളവരോട് ചോദിക്കുന്ന. പക്ഷെ ഇദ്ദേഹം ചെയ്യുന്ന എന്താണെന്നറിയാമോ? മറ്റൊരാൾ അവിടെ എത്തുമ്പോഴത്തേക്കും തൻ്റെ ശിഷ്യരിൽ പണമുള്ളവർ ഉണ്ടോ എന്ന് നോക്കും. ആ പണമുള്ളവരെ വിളിച്ചിട്ട് പറയും, നിന്നെക്കൊണ്ട് ഇവരെ സഹായിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ നിന്റെ സമ്പത്തിന് ദോഷം വരാത്ത രീതിയിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഇദ്ദേഹത്തിനൊരു പ്രവണതയുണ്ടായി. അങ്ങനെ പരസ്പരം സഹായിച്ച് സമൂഹത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന അനേകം കഥകളും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിദ്ധത്തിന് ഉദാഹരണം ഇനിയും ഒരെണ്ണം കൂടെ പറഞ്ഞ് നിർത്താം. അത് അപസ്മാര രോഗം മാറ്റിയ കഥയാണ്. ഇത്രയും ഭീകരമായ ഒരു അപസ്മാര രോഗിയെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരു സിദ്ധന്മാർക്കും കഴിയാത്തതാകാം എന്ന് എൻ്റെ ദൃഷ്ടിയിൽ കാണും. ഒരു രാക്ഷസീയ രൂപത്തെയാണ് ഇദ്ദേഹം നേരെ രൂപമാക്കുന്നത്. അപസ്മാരം കൊണ്ട് രാക്ഷസീയ രൂപമാക്കി. അത് നേരെയാക്കാനോ ഇദ്ദേഹം ചെറിയൊരു പൊടിക്കൈയാണ് പ്രയോഗിച്ചത്. നമ്മുടെ വീട്ടിലുള്ള ഗ്രഹവൈദ്യം മാത്രം. അതൊരു ഹേതുവാകാം. ആ ശക്തി അദ്ദേഹത്തിൻ്റെ ഇത് ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു കേവലം ഒരു അല്ലേ ഹേതുവാകാം. അതെന്തോ ആയിക്കൊള്ളട്ടെ. കാരാട്ടുപറമ്പിലെ ശങ്കരൻ്റെ കുടുംബം ഈ പഴു എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. പഴു. ശങ്കരൻ്റെ ഭാര്യ അപസ്മാര രോഗിണിയായിരുന്നു. അപസ്മാരം എന്ന് വെച്ചാൽ അറിയാമല്ലോ, പെട്ടെന്ന് ബോധം കെട്ട് തറയിലേക്ക് വീഴുക, കൈകാലിട്ട് അടിക്കുക, വായിൽ കൂടെ ഉമിനീര് വരിക, പത വരിക, നൊരയും പതയും വരിക എന്നൊക്കെ പറയും. അങ്ങനെ ഒരുക്ക വന്നപ്പോൾ ഈ നാവ് പുറത്തേക്കിട്ടു. നാവ് പുറത്തേക്കിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ത്രീ പ്രസവിച്ചിട്ട് 4-5 ദിവസം ആയതേ ഉള്ളൂ. പ്രസവിച്ചിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിരുന്നുള്ളൂ. ആ സമയത്താണ് അപസ്മാരം വന്നത്. അപസ്മാരം വന്നതോടുകൂടി നാവ് പുറത്തേക്കിട്ടു. നാവ് പുറത്തേക്കിട്ടതല്ല, നാവിങ്ങനെ നാവിനെ കടിച്ചു പിടിക്കും. നാവ് മുറിഞ്ഞു. നാവ് മുറിഞ്ഞ് ആ നാവ് പുറത്ത് നിമിഷ നേരം കൊണ്ട് നാവിൽ നീര് കയറി. ഈ നാവ് അകത്തേക്ക് പോകുന്നില്ല. നേരത്തെയൊക്കെ ആണെങ്കിലോ ഇത് വന്നു കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ മാറും. ഇപ്പോഴും മാറുന്നതുമില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഇദ്ദേഹം ഇനി സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ല, ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല. അലോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു, വലിയ വലിയ ജ്യോതിഷിമാരെ കൊണ്ടുവന്ന് യാഗങ്ങൾ നടത്തി. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം. അവരൊക്കെ ഈ നെയ്യ് ജപിച്ചു കൊടുക്കും. അതൊക്കെ കുടിച്ചു. പക്ഷേ രോഗത്തിന് ഒരു കുറവുമില്ല. ഇത് വളരെ ഭീകരവുമായി. ദിനം പ്രതി ഇവരുടെ രൂപം ഭയാനകമാവുകയാണ്. ഇപ്പോൾ രാക്ഷസീയമായ രൂപത്തിലാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടാൽ രാക്ഷസിയാണെന്നേ നമുക്ക് തന്നെ ചിന്തിക്കാം. ഒരാൾ കുറേ നേരം നാവ് നീട്ടി, സാധാരണ നാവ് നീട്ടി വെച്ചിരുന്നാലേ നമുക്ക് പേടിയാവും. ഇവിടെ നാവ് നീട്ടി നാവ് അകത്ത് കയറാതെ വലിയ രീതിയിൽ നീരും കയറിപ്പോ. അപ്പോൾ നമ്മുടെ കാരാട്ട് പറമ്പിൽ കൃഷ്ണൻ പറഞ്ഞു, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, സ്വാമിയെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാം. അപ്പോൾ സ്വാമിയെ കൊണ്ടുപോയി കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥ പ്രസവിച്ച സ്ത്രീയാണ്, കൊച്ചുണ്ട്, ഒന്നും കഴിക്കുന്നില്ല, ഇതും കൊണ്ട് പോകാൻ അങ്ങോട്ട് പറ്റില്ല. അപ്പോൾ സ്വാമിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി സ്വാമിയെ വിളിച്ചുകൊണ്ട് വന്നു. സ്വാമി വിളിച്ചുകൊണ്ട് വന്ന് ഇതെല്ലാം കണ്ടു, ഭസ്മം എടുത്തു. സ്വാമി വന്നപ്പോൾ ഭസ്മമൊന്നും ഇല്ലായിരുന്നു. ഭസ്മം എടുത്തു, നെറുകയിലിട്ടു, കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞ് ഒരു ചുവന്നുള്ളി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. ചുവന്നുള്ളി. അപ്പോൾ ഇപ്പോൾ അകത്ത് പോയി ചുവന്നുള്ളി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനൊന്ന് പിഴിഞ്ഞിട്ട് ശക്തിയായി കണ്ണിലേക്ക് ഒഴിച്ചു. അതൊരു പ്രത്യേക രീതിയിൽ ഒഴിച്ചു എന്നാണ് പറയുന്നത്. അത് ഏത് രീതി എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ ഒഴിക്കും പോലെ അല്ല, നമ്മളൊക്കെ മൃദുവായിട്ടല്ലേ ഒഴിക്കുന്നത്. ശക്തിയായി കണ്ണിലേക്ക് ഒഴിച്ചു. ഒഴിച്ച മാത്രമല്ല, 2 കണ്ണിലും എപ്പോഴാണോ ഈ ചുവന്നുള്ളി വീണത്, ഉള്ളിലേക്ക് വലിച്ചു. എന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങി പറഞ്ഞു, അവരുടെ രോഗം ഭേദമായിരിക്കുന്നു. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്, ഇനി ഇവർ മത്സ്യമാംസാദികൾ കഴിക്കരുത്. മത്സ്യമാംസാദികൾ കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും. ഇനി നിങ്ങൾക്ക് പ്രസവാനന്തരം എന്ത് ശുശ്രൂഷകളാണോ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു വരുന്നത് അത് മാത്രം ചെയ്താൽ മതി. അപസ്മാരത്തിന് നിങ്ങൾ മരുന്ന് കൊടുക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞു. അതും ശരിയായിരുന്നു. പിന്നീട് അവർക്ക് ഈ രോഗം വന്നിട്ടില്ല എന്നല്ല, വന്നു. അതുകൂടെ പറയാം, വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ മത്സ്യം വയ്ക്കും മറ്റുള്ളവർക്ക് വേണ്ടി. ഈ മത്സ്യത്തിന് നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണല്ലോ. ഇങ്ങനെ മത്സ്യം വെച്ചപ്പോൾ ഇവർക്ക് അത് കഴിക്കണമെന്ന് തോന്നി. അന്ന് ഭക്ഷണത്തിൻ്റെ കൂടെ അവർ മത്സ്യം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപസ്മാരം വന്നു.
ഉടൻ തന്നെ ഇദ്ദേഹത്തെ പോയി കണ്ടു. ദിവ്യശ്രീ ശിവലിംഗം. എനിക്കെപ്പോഴും ശിവം ശങ്കരം രണ്ടും അർത്ഥം ഒന്നാണ്. എന്നാലും ശിവലിംഗ ദാസസ്വാമികളെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷേ അവരെ കൊണ്ട് ശപഥം ചെയ്യിപ്പിക്കും, ഇനി കഴിക്കില്ല, ഈ ഭസ്മം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. കുറച്ച് ഭസ്മം കൊടുത്തു. അങ്ങനെ അവിടെ കൊണ്ട് ഭസ്മം ഇട്ട് ശപഥം ചെയ്തു. പിന്നെ അവർ മരിക്കുന്നത് വരെ അവർ മത്സ്യമാംസാദികൾ കഴിച്ചിട്ടില്ല. അവർക്ക് ഈ രോഗം വന്നിട്ടുമില്ല. ഇത്തരത്തിൽ ഇദ്ദേഹം മഹാസിദ്ധൻ ആയി എല്ലായിടത്തും അറിഞ്ഞു തുടങ്ങി. ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ഈ ഭാഗത്ത് ഇദ്ദേഹം വിതച്ച ആധ്യാത്മിക വിത്തുകൾ തഴച്ചു വളർന്നു. അത് ആത്മീയമായും സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസമായും കലാപരമായും സാമ്പത്തികമായും എല്ലാം തഴച്ചു വളർന്നു. അങ്ങനെ ഈ നാടിൻ്റെ പുരോഗതി അനുദിനം വർദ്ധിച്ചു. നിലവിൽ പെരിങ്ങോട്ടുകരയിൽ എല്ലാവരും ധനാഢ്യന്മാരാണ്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ പറയാം. നിലവിൽ പെരിങ്ങോട്ടുകരയിൽ എല്ലാവരും ധനാഢ്യന്മാരാണ്. ഈ എല്ലാവരിലും ധനം കൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ ആ വാക്യം 2 പ്രാവശ്യം പറഞ്ഞത്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ ചരിത്രകാരന്മാർ ഇദ്ദേഹത്തിനോട് നീതി പുലർത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാ ചരിത്രകാരന്മാരും ഇദ്ദേഹത്തെ മറന്നത് പോലെയാണ്. ഇനി ആ ചരിത്രകാരന്മാരവിടെ നിൽക്കട്ടെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ചരിത്രമെഴുതിയ, ജീവചരിത്രമെഴുതിയ അതിൻ്റെ രചയിതാക്കൾ പോലും ഇദ്ദേഹത്തെക്കുറിച്ച്, ബോധാനന്ദ സ്വാമിയെക്കുറിച്ച് ഒരു വാക്കെഴുതാൻ വിട്ടുപോയി. ഒരു ശബ്ദം എഴുതാൻ പോലും അവർക്ക് തോന്നിയിട്ടില്ല. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് പ്രൊഫസർ MK സാനു അദ്ദേഹത്തിൻ്റെ പുസ്തകം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പോലും ഇദ്ദേഹത്തെക്കുറിച്ച് ഒന്നും സൂചിപ്പിക്കുന്നില്ല. ഗുരുദേവൻ്റെ പ്രഥമ ശിഷ്യനാണെന്ന് ഓർക്കണം. മറ്റൊരു സംസ്ഥാനത്ത് പോയി, അതായത് തൃശ്ശിവപ്പേരൂർ എന്ന കൊച്ചി സംസ്ഥാനം ഉൾക്കൊള്ളുന്ന കൊച്ചി സംസ്ഥാനത്ത് പോയി ഗുരുദേവൻ്റെ ആത്മീയ സ്ഥാപനം പടുത്തുയർത്തിയ മഹത് വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രകാരന്മാർ, ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതിയവരും ഇനി എന്തിനേറെ പറയുന്നു, ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം SNDP-യും ഇദ്ദേഹത്തിനോട് നീതി പുലർത്തിയില്ല. ശ്രീ നാരായണ ധർമ്മ സംഘം ട്രസ്റ്റും ഇദ്ദേഹത്തിനോട് നീതി പുലർത്തിയില്ല. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും അവരെഴുതിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ ദിവ്യശ്രീ ശിവലിംഗ ദാസസ്വാമികളെ ഒഴിവാക്കി. ഇവരെല്ലാം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊച്ചിയിൽ ഗുരുദേവ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ 5 പ്രമുഖന്മാരുണ്ട്. ശ്രീ ബോധാനന്ദ സ്വാമികൾ, ശ്രീ രാമാനന്ദ സ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ, TK കുഞ്ഞയ്യപ്പൻ, കോന്നിമേസ്ത്രി. ഈ 5 പേരും, വ്യക്തമാക്കാൻ, ബോധാനന്ദ സ്വാമികൾ ഉൾപ്പെടെയുള്ള ഈ 5 പേരും ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളിൽ നിന്നും ഊർജം പകർന്നവരോ ശിഷ്യത്വം സ്വീകരിച്ചതോ ആയ വ്യക്തികളാണ്. എന്നിട്ടും എല്ലാവരും ശിവലിംഗദാസ സ്വാമികളെ മറന്നതുപോലെ. ഈ സാഹചര്യത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമുക്ക് ദിവ്യശ്രീ സിദ്ധ ശിവലിംഗദാസ സ്വാമികളെ മറക്കാതിരിക്കാം. അങ്ങ് ഇപ്പം ഇടയ്ക്ക് സൂചിപ്പിച്ചു, പെരിങ്ങോട്ടുകരയിലെ എല്ലാവരും ഇപ്പോൾ ധനാഢ്യരാണെന്ന് അങ്ങ് പറയുന്നുണ്ട്. അത് അങ്ങ് എടുത്തെടുത്ത് സ്ട്രെസ് ചെയ്ത് 2 തവണ അത് വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണ്? ധനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഒരേ സമയം നമുക്ക്
ആനന്ദവും തരും, അതുപോലെ അസ്വസ്ഥതയും തരും. ധനം ഉണ്ടായി എന്ന ഒരു ആനന്ദം എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അപ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവർക്ക് അസ്വസ്ഥത കൊടുക്കാൻ തുടങ്ങും. ആ അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിലേക്കും പടരും. ഇവിടെ പെരുങ്ങാട്ടുകരയിൽ ദിവ്യശ്രീ സിദ്ധ ശ്രീ ശിവലിംഗ സ്വാമിക്ക് അസ്വസ്ഥതകൾ കൊടുക്കാൻ വേണ്ടി ധനാഢ്യന്മാർ തീരുമാനിച്ചു. അവര് അസ്വസ്ഥത ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതല്ല, അവര് തമ്മിലുള്ള പ്രശ്നമാണ്. പ്രശ്നം വരുമ്പോൾ ഇദ്ദേഹത്തെ അതിലേക്ക് വലിച്ചടിച്ചു. ഇവിടെ പ്രശ്നം വന്നാൽ എപ്പോഴും സന്യാസിമാരെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, സന്യാസിമാരെയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സൊന്നറിഞ്ഞിട്ട് വേണം ആ സംഭവത്തിലേക്ക് പോകാൻ. നമുക്കറിയാമല്ലോ, വിദ്യയുണ്ട്, അവിദ്യയുണ്ട്, പ്രകാശമുണ്ട്, അന്ധകാരമുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഇവ ജീവിതത്തിൻ്റെ ദ്വന്ദ്ഭാഗങ്ങളാണ്. ഇതുമായിട്ട് നമ്മളെപ്പോഴും ജീവിതമായിട്ട് സമരം ചെയ്താണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതിൽ നിന്നും വിദ്യ തന്നെ കിട്ടണം, പ്രകാശം തന്നെ കിട്ടണം, നന്മ തന്നെ കിട്ടണം, സുഖം തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് ചെറിയ ഗുണങ്ങൾ വേണം. അതെന്താണ് ആ ഗുണം? സദ്ഗുരുക്കളുടെ ഒരു കാരുണ്യം എപ്പോഴും നമ്മോടൊത്തുണ്ടെങ്കിൽ നമ്മളിലുള്ള അവിദ്യയെയും അന്ധകാരത്തെയും തിന്മയെയും എല്ലാം അതകറ്റും. ജീവിതത്തെ പ്രഭാപൂരിതമാകാൻ അത് സഹായിക്കും. എന്നാൽ ഇങ്ങനെ ജീവിതത്തെ പ്രഭാപൂരിതമാക്കണമെങ്കിൽ നമുക്ക് ചില പ്രത്യേകതകൾ വേണം. അനുഗ്രഹം കിട്ടി, സദ്ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടി. നമുക്ക് വേണ്ട പ്രത്യേകത എന്താണ്? നിരന്തരമായ ആത്മാനുസന്ധാനവും ഈശ്വര ഇച്ഛയും നമ്മളോടൊത്തുണ്ടായിരിക്കണം. ആത്മാനുസന്ധാനം അത് നടത്തുകയും ഒപ്പം ഈശ്വര ഇച്ഛ നമ്മെ എപ്പോഴും അനുഗ്രഹിക്കണം. ഗുരു വഴികാട്ടിയാണ്. എപ്പോഴും ഗുരു എന്താണ്? വഴികാട്ടിയാണ്. ആ വഴിയിലൂടെ പോവുക. നമ്മൾ ആ വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ആത്മാനുസന്ധാനവും ഈശ്വര ഇച്ഛയും കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഗുരു വഴികാട്ടി അത് നമ്മൾ നേടിയെടുത്താൽ നമ്മൾ പിന്നെ എങ്ങോട്ട് പോവില്ല? ആത്മാനുസന്ധാനത്തിലേക്ക് നമ്മളില്ല. ഈശ്വര ഇച്ഛ, ഏത് ഈശ്വരൻ? മനസ്സിലായി? ഏത് ഈശ്വരൻ എന്ന് ഉള്ള ഒരു രീതിയായിരിക്കും. ഈ ഇപ്പോഴൊക്കെ കാണുന്ന ഒരു രീതിയാണ്, ഇലക്ഷന് നിൽക്കുമ്പോൾ ഏത് രാഷ്ട്രീയ ഇലക്ഷന് നിൽക്കുമ്പോൾ ക്ഷേത്രം കണ്ടാലും തൊഴും, പള്ളി കണ്ടാലും തൊഴും, എവിടെ കണ്ടാലും തൊഴും. ഇലക്ഷന് കഴിഞ്ഞ് മന്ത്രിയായല്ലോ, ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കിട്ടുമ്പം ദൂരത്തെറിയും, കുടഞ്ഞു കളയും. അല്ലെങ്കിൽ ക്ഷേത്രത്തിന് മുന്നേ പോയി തൊഴില്ല. പക്ഷെ ഇലക്ഷന് തൊട്ട് മുന്നേ അവരിത് ക്ഷേത്രത്തിൽ പോയി കാണിക്കുമോ? ഇല്ല. ഇതാണ്. അപ്പോൾ ഈ രീതിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അധ്യാത്മവിദ്യ ജീവിതത്തെ പ്രഭാപൂരമാക്കും. ഗുരു നൽകുന്ന ആ ഗുരുവിൽ നിന്നും ഈ ഊർജം നേടിയെടുത്ത് ഈശ്വര അനുഗ്രഹത്തോടു കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അത് നേരെയാക്കും. പെരിങ്ങോട്ടുകരയിലെ നമ്മുടെ ഈ വടവൃക്ഷം, നമ്മുടെ ദിവ്യശ്രീ, ഈ വടവൃക്ഷം പുഷ്പിച്ചു, വളർന്ന് പന്തലിച്ചു, എവിടെയും തണലേകി. തണലേക മാത്രമല്ല, ഇതിൽ നിന്നും അനേകം ചെറു 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 വൃക്ഷങ്ങൾ വളർന്ന് അതും തണലേകാൻ തുടങ്ങി. പെരിങ്ങോട്ടുകര പണ്ടത്തെ പെരിങ്ങോട്ടുകരയല്ല, സർവം ശാന്തം. എല്ലാ രീതിയിലും, വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ, കലയുടെ രീതിയിൽ, സാമ്പത്തികത്തിൻ്റെ രീതിയിൽ, സാമൂഹ്യ സംസ്കാരത്തിൻ്റെ രീതിയിൽ എന്ന് വേണ്ട എന്തൊക്കെ ഉയർച്ച പെരിങ്ങോട്ടുകരയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ടോ എല്ലാ ഉയർച്ചയും പെരിങ്ങോട്ടുകരയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മനസ്സിന് തോന്നുന്ന, വിദ്യയില്ലാത്ത ഭക്തിയില്ലാത്ത ആളുകൾക്ക് തോന്നുന്ന ഒരു സ്വഭാവമാണ് അഹംകാരം. അഹമെന്ന ശബ്ദം, കാരം എന്ന് വെച്ചാൽ ശബ്ദം, അഹങ്കാരം, അഹം ഞാനെന്ന കാരം, ഞാനെന്ന ശബ്ദം ഉണ്ടാകും. ഇദ്ദേഹം നിലവിലും
അശരണരായവർക്ക് ചരണമേകി മുന്നോട്ട് പൊയ്ക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ശ്രീനാരായണ ഗുരു പി ഗോവിന്ദനാശാനെ പെരിങ്ങോട്ടുകരയിലേക്ക് അയച്ചു. ഇദ്ദേഹത്തിനൊരു സഹായി ആവശ്യമാണ്. ചില സാഹചര്യങ്ങൾ വരാൻ വേണ്ടി ഗുരുവിന് നേരത്തെ അറിയാം, തൻ്റെ ശിഷ്യൻ അവിടെ ഇന്നത് അനുഭവിക്കുന്നു, ഇത് ഗുരുവിന് നേരത്തെ അറിയാം. അപ്പോൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി മറ്റൊരു സാഹചര്യം കൂടെ ഒരുക്കി കൊടുക്കും. അതാണ് എന്ന് എനിക്ക് തോന്നുന്നു പി ഗോവിന്ദനാശാനെ എങ്ങോട്ട് അയച്ചു, അത് ഈ പെരിങ്ങോട്ടുകരയിലേക്ക് അയച്ചത്. ഈ പി ഗോവിന്ദനാശാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, സംസ്കൃത പണ്ഡിതനാണ്, അധ്യാത്മ സാധകനാണ്. അദ്ദേഹം ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികൾക്ക് വലിയ ഒരു സഹായിയായി തീർന്നു. ഉത്തമനായ ഒരു കാര്യസ്ഥനെ പോലെ കാര്യങ്ങൾ ചിട്ടയോടുകൂടി നടത്തിക്കൊണ്ടു പോകുന്നതിൽ പി ഗോവിന്ദനാശാൻ വിജയിച്ചിരുന്നു. അദ്ദേഹം SNDPയുടെ ഖജാൻജിയൊക്കെ ആയിരുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ദിവ്യ ശ്രീ സിദ്ധ ശിവലിംഗദാസ സ്വാമികൾക്കുണ്ടായിരുന്ന ശുചിത്വ ബുദ്ധി കൂടെ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ശുചിത്വ ബുദ്ധി എന്ന് തന്നെയാണ് ആ വാക്ക്. ശുചിത്വം പ്രസിദ്ധമായിരുന്നല്ല, അതൊരു ബുദ്ധിയാണ്. ശുചിത്വം വേണമെന്നുള്ളത് ഒരു ബുദ്ധിയാണ്. അതായത് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ കൊയിലത്തുകര കുളത്തൂര് അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹം സ്വന്തമായിട്ടാണ് ആശ്രമ പരിസരത്ത് വരുന്ന കരിയിലകളെ രാവിലെയും വൈകുന്നേരവും ഇദ്ദേഹം തന്നെ തൂത്ത് പുറത്തേക്ക് കളയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ഇതൊരു പക്ഷേ ഗുരുദേവനിൽ നിന്നും സ്വാംശീകരിച്ച ഏറ്റവും വലിയ വിശുദ്ധിയായിരിക്കണം. ഗുരു ഇത് തന്നെയാണല്ലോ, നല്ല ശുചിത്വ പാലകനായിരുന്നു. പരിസര ശുദ്ധിക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. എവിടെ താമസിച്ചാലും പരിസര ബുദ്ധി. പിന്നെ ഗുരുദേവൻ്റെ ഒരു വാചകം ഇദ്ദേഹം എല്ലാവരെയും പഠിപ്പിച്ചിരുന്നു. അതേതാണ്? മത്സ്യമാംസാദികൾ കഴിക്കരുത്, അത് ശവക്കറിയാണ്. അപ്പോൾ ഈ ശവക്കറി കഴിക്കുന്നതിൽ നിന്നും എല്ലാവരെയും ഇദ്ദേഹം മോചിപ്പിച്ചു. പെരിങ്ങോട്ടുകര ഇപ്പോൾ 60% സസ്യാഹാരത്തിൻ്റെ മേഖലയായി തീർന്നു. വളരെ അപൂർവം വീടുകളിൽ മാത്രമേ മാംസാഹാരം കഴിക്കുന്നുള്ളൂ. അത്രത്തോളം ചിന്തിക്കണം. മീനില്ലാതെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ ഇടയിലാണ് ഇത്രത്തോളം മഹത്തരമായ ഒരു സംസ്കാരം ഇദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ ഇദ്ദേഹത്തെ അറിയാമല്ലോ, വെളുത്ത സുഭകനാണ്, സൗന്ദര്യത്തിൻ്റെ നിറകുടമാണ്. തൂവെണ്മ വസ്ത്രം മാത്രമേ ഇദ്ദേഹം ധരിക്കൂ. തൂവെണ്മ വസ്ത്രം. ചില സമയത്ത് ഇദ്ദേഹം ലോഹ പോലുള്ള ഒരു വസ്ത്രം ധരിക്കും. മറ്റേ ഒരു മുണ്ടെടുത്ത് ഒരു മുണ്ട് മൂടും. ചിലപ്പോൾ സൗകര്യത്തിന് വേണ്ടിയായിരിക്കും. ഈ ലോഹ ഈ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ധരിക്കും. അതുപോലെ ഉള്ള അതിന് സാദൃശ്യമുള്ള ഒരു വസ്ത്രം ഇദ്ദേഹം ധരിക്കും. പഞ്ചശുദ്ധി. ഇദ്ദേഹത്തിൽ പഞ്ചശുദ്ധി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല, ഉണ്ട്. പക്ഷെ ഈ പഞ്ചശുദ്ധി പാലിക്കാൻ വേണ്ടി ഇദ്ദേഹം എല്ലാവരോടും ആഹ്വാനം ചെയ്തു. പഞ്ചശുദ്ധി എന്ന് പറയുമ്പോൾ വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ശരീരശുദ്ധി, ഗ്രഹശുദ്ധി. ഇതാണ് പഞ്ചശുദ്ധി. ഇവ പാലിച്ച് തത്വശുദ്ധിയുടെ ഈ പഞ്ചശുദ്ധികൾ പാലിച്ച് ഇദ്ദേഹം തത്വശുദ്ധിയുടെ നിറകുടമായി തീർന്നു. 1087 79 വന്നത്. 1079 വന്നത് കൊല്ലവർഷം. ഇപ്പോൾ 87 അതായത് 1912. 1912 വരെ ഈ പ്രദേശത്തിൻ്റെ ഏതാണ്ട് 9-10 വർഷത്തോളം ഈ പ്രദേശത്തിൻ്റെ മാതൃകാ ജീവിതം തന്നെ, സ്വയം അദ്ദേഹം ഒരു മാതൃകയായിരുന്നു, ഈ മാതൃകാ ജീവിതം തന്നെ കാഴ്ചവെച്ചു. ഈ സാഹചര്യത്തിൽ നിന്ന് വേണം എനിക്ക് അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ. അപ്പോൾ ഇപ്പോൾ ദിവ്യശ്രീ ശങ്കര ശിവലിംഗദാസ സ്വാമികൾ എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്, ശരീരം മാത്രമല്ല, ആന്തരികം മാത്രമല്ല, അദ്ദേഹം പരിസരം മാത്രമല്ല, പൊതുവെ എവിടെയും ശുദ്ധി ആഗ്രഹിക്കുക. അതാണ് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും പണം കൊണ്ട് നടക്കാറില്ല. പണം എപ്പോഴാണോ വരുന്നത് അപ്പോഴശുദ്ധി വരുന്നത് സ്വാഭാവികമാണ്. പെരിങ്ങോട്ടുകരയിൽ ചില അപസ്വരങ്ങൾ തുടങ്ങി. സ്വരങ്ങൾക്ക് ചേർച്ചയില്ലായി. പണ്ട്
ഞാനും താങ്കളുമൊക്കെ പാവപ്പെട്ട അവസ്ഥയിലായിരുന്നു, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഉള്ള ആഹാരവും കഴിച്ച് മര്യാദയ്ക്കിരിക്കും. ഇപ്പോൾ താങ്കളേലും പണമുണ്ട്, എൻ്റേലും പണമുണ്ട്. എനിക്കൊരു സംശയം, താങ്കൾ എന്നേക്കാൾ പണമുള്ളവനാണോ? ഞാൻ ആലോചിച്ചപ്പോൾ താങ്കൾക്ക് എന്നേക്കാൾ പണം ഉണ്ടും താനും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? താങ്കളെ താഴ്ത്തി കെട്ടണം, എങ്കിലല്ലേ എനിക്ക് സമൂഹത്തിൽ വലിയവനാകാൻ പറ്റും. അതിനുള്ള ശ്രമമായി പെരിങ്ങോട്ടുകര. ഇപ്പോൾ ആദ്യം ഇവിടെ സ്ഥാപിച്ചത് ആശ്രമമാണെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ചെറിയ ക്ഷേത്രമാണ് സ്ഥാപിച്ചത്. ഇതിൻ്റെ സ്ഥാനത്ത് ലക്ഷണമൊത്ത ഒരു ശിവക്ഷേത്രം സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനത്തോടു കൂടി അതിന് സർക്കാരിൽ നിന്നും ഫൈനൊക്കെ അടിച്ചു, അംഗീകാരം വാങ്ങി, അതൊക്കെ ചെയ്തു. ആ തീരുമാനത്തോടു കൂടി ഇതിന് അവിടുത്തെ ആൾക്കാർ 2 ചേരിയിലേക്ക് പോവുകയാണ്. ഒരു വിഭാഗം പറഞ്ഞു, ഇത് അതിബൃഹത്തായ ഒരു ക്ഷേത്രമായിരിക്കണം, ഇതിനേക്കാൾ വലിയൊരു ക്ഷേത്രം ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. കാര്യം എന്താ? താങ്കളേലും എൻ്റെയിലും ഇപ്പോൾ ഇഷ്ടംപോലെ പണമുണ്ടല്ലോ, പിന്നെ നമുക്ക് എത്ര വേണോ വാരിയിറക്കാം. ഒരു വിഭാഗം പറഞ്ഞു, സാധാരണ കുറച്ചുകൂടെ വലുത് ഒരു ക്ഷേത്രമായിട്ടൊക്കെ ഇരുന്നാൽ മതി, അത്രയും വലിയ ഇതൊന്നും വേണ്ട. 2ആയി. ഒരു സാധാരണ, അതായത് ലക്ഷണമുള്ള ഒരു സാധാരണ ക്ഷേത്രം വെക്കുന്നതിന് കൂടിയായിരുന്നു നമ്മുടെ സ്വാമികൾ. പക്ഷേ ഈ 2 പക്ഷവും ചേർന്നില്ല. അതങ്ങനെയല്ലേ, സിദ്ധന്മാരങ്ങനെയല്ലേ ചെയ്തു. അദ്ദേഹം 2 പക്ഷവും ചേർന്നില്ല. 2 പക്ഷത്തിനെക്കുറിച്ചും അദ്ദേഹം മിണ്ടാതിരുന്നു. ആരുടെ പക്ഷവും ചേരാതെ അവർ ഏതൊരു തീരുമാനത്തിലെത്തട്ടെ, അവർ ചേർന്നൊരു തീരുമാനത്തിലെത്തട്ടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ ശ്രീനാരായണ മംഗലത്ത് ഉണ്ടായിരുന്നപ്പോഴും എവിടെ വരുമ്പോഴും കുറിയിടും. കുറി വയ്ക്കുക. കുറി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിട്ടി, അതിൻ്റെ അവിടുത്തെ ശബ്ദമാണ് കുറി. ചിട്ടി വയ്ക്കുമ്പോൾ ചിട്ടിയിൽ നിന്ന് ലാഭം ഉണ്ടാവും. ആ ലാഭം ആർക്ക്? ക്ഷേത്രത്തിന്. ഇവിടെ ഈ പരിസരത്തും പല ക്ഷേത്രങ്ങളും ചിട്ടിയും ചിട്ടി സംബന്ധമായതും ഒക്കെ കഥകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഇങ്ങനെ കുറി സമ്പ്രദായം ഉണ്ട്. ആ കുറി സമ്പ്രദായത്തിൽ വലിയ ഒരു തുകയായിരിക്കും ക്ഷേത്രത്തിന് കിട്ടുക. അത് ഭക്തജനങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്. ഭക്തജനങ്ങളും അവർക്ക് പണം ആവശ്യമുള്ളവർ ആദ്യം വാങ്ങും, പണം ആവശ്യമില്ലാത്തവർ പിന്നീട് വാങ്ങും. അങ്ങനെ അപ്പോൾ അതിൽ നിന്നും ക്ഷേത്രത്തിനും ഒരു മൂലധനം കിട്ടും. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണമിടപാടുകളെക്കുറിച്ചുള്ള തർക്കം തുടങ്ങിയത് പ്രമാണിമാരാണ്. പ്രമാണിമാർ തമ്മിൽ പണമിടപാടിൻ്റെ തർക്കം ആരംഭിച്ചു. ആ തർക്കം എങ്ങനെയാണ്? ഈ തർക്കത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പെരിങ്ങോട്ടുകര ക്ഷേത്രചരിതത്തിൽ വ്യക്തവും സ്പഷ്ടവുമായി തന്നെ ഈ തർക്കത്തിൻ്റെ കാരണങ്ങളും അതിലാരൊക്കെ പങ്കെടുത്തു എന്നുള്ളതും പറയുന്നുണ്ട്. തണ്ടാശ്ശേരി രാവുണ്ണി രാമൻ, അദ്ദേഹമാണ് മേൽനോട്ടക്കാരൻ. അപ്പോൾ ഇങ്ങനെ കുറി വരുമ്പോൾ അതിനെന്ത് കാണും? ഒരു കുറിക്കൊരു മേൽനോട്ടക്കാരൻ വേണ്ടേ? അപ്പോൾ താങ്കൾ ആണ് മേൽനോട്ടക്കാരനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാവരും താങ്കളേൽ പൈസ കൊണ്ടുതരും. താങ്കൾ ആ പൈസ എടുത്ത് ആർക്കാണോ ഈ മാസം കുറി വീണത് അവർക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ തണ്ടാശ്ശേരി രാവുണ്ണി രാമൻ ഇതിൻ്റെ മേൽനോട്ടക്കാരനാണ്. പുള്ളി ശുദ്ധനാണ്, 5 പൈസ ഇതിൽ നിന്നും എടുക്കില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവവും ഇല്ല. കാര്യം താൻ ഇന്ന് ഇത്രയും വളർന്നത് ഗുരുദേവ കൃപയാൽ, ദിവ്യ ശ്രീ സിദ്ധ ശിവലിംഗദാസ് സ്വാമിയുടെ കൃപയാൽ എന്നൊക്കെ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരിതിൽ നിന്നും ഇദ്ദേഹം പൈസ എടുക്കില്ല. പക്ഷേ കാരാട്ടുപറമ്പിലെ ഒരു പ്രമുഖൻ്റെ പേര് ആ പുസ്തകത്തിലും ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ എതിർ ചേരിയിലായതുകൊണ്ടും മോശം പ്രവൃത്തി ചെയ്തതുകൊണ്ടായിരിക്കും ഒരു തറവാടിനെ അധിക്ഷേപിക്കേണ്ട എന്ന് പറഞ്ഞിട്ട്, ഒരു വ്യക്തിയെ അധിക്ഷേപിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് തറവാടിൻ്റെ പേര് പറയുന്നുണ്ട്. കാരാട്ടുപറമ്പിലൊരു പ്രമുഖൻ ആശ്രമത്തിൽ വെച്ച് വേറൊരു കാര്യവുമായി നമ്മുടെ തണ്ടാശ്ശേരി രാവുണ്ണി രാമനോടൊന്ന് ഏറ്റുമുട്ടി. ചിട്ടി അവിടെ പ്രശ്നമേ അല്ല, വേറൊരു കാര്യവുമായിട്ടാണ് എന്തോ തർക്കം, ക്ഷേത്ര തർക്കവുമായിട്ട് ഒന്ന് ഏറ്റുമുട്ടിയപ്പോൾ തണ്ടാശ്ശേരി രാവുണ്ണി രാമന് കൂടുതൽ അംഗബലമുണ്ട്, എല്ലാവരും സർവസമ്മതനായ അദ്ദേഹത്തിനോട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം തൽക്കാലം ജയിക്കാൻ വേണ്ടി ഈ കാരാട്ടുപറമ്പിലെ ഈ പ്രമുഖൻ വിളിച്ചു പറഞ്ഞു, എടാ നീ ചിട്ടീന് പൈസ വെട്ടിച്ചോട്ട് പോകുന്നവനല്ലേടാ,
ഒരൊറ്റ തട്ട്. അപ്പോൾ ആളുകൾക്കും സംശയമായി. ആരും പെട്ടെന്ന് നമുക്ക് പൈസയുടെ കാര്യത്തിൽ ആളുകൾക്കും സംശയമായി. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. നമ്മുടെ സിദ്ധ ശിവലിംഗദാസ് സ്വാമികൾ ഒന്നും മിണ്ടിയില്ല, ഒരു പക്ഷവും ചേർന്നില്ല, മിണ്ടാതിരുന്നു. ഈ അനൈക്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിവിടെ ഒരു തുടക്കം മാത്രമാണ്. അവർ വ്യക്തിപരമായ തർക്കമാണ്, ചിട്ടിയിൽ വന്നു. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗത്തും തർക്കമായി, അസാധാരണമായ തർക്കത്തിലേക്ക് പോയി. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ്, ആരുടെ, നമ്മുടെ ശിവലിംഗദാസ് സ്വാമികളുടെ മനസ്സ് വിശുദ്ധ മനസ്സാണ്. ആ വിശുദ്ധ മനസ്സിൽ പകയ്ക്കോ വിദ്വേഷത്തിനോ അനൈക്യത്തിനോ ഏതൊരു സ്ഥാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം പക്ഷം ചേരാതെ മുന്നോട്ട് പോയി. പക്ഷേ താത്കാലികമായിട്ടെങ്കിലും തനിക്കിവിടെ നിന്ന് മാറി നിൽക്കണം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. തൽക്കാലം മാറണമെന്നല്ല, ഇവിടെ നിന്ന് മാറണം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യം, വർഷം 10 ആകുന്നല്ലോ, എല്ലാ വികസനവും, ഇനി തനിക്കിവിടെ പുതിയ വികസനമൊന്നും കൊണ്ടുവരാൻ ഇല്ല. എല്ലാ വികസനവും ആയിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ചെറായി വിജ്ഞാനവർത്തിനി സഭ, ചെറായി വിജ്ഞാനിവർത്തിനി സഭയുടെ ഗൗരീശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ഒരുക്കങ്ങൾ പൂർത്തിയായത്. അപ്പോൾ ചെറായിലുള്ള ആ വിജ്ഞാനവർത്തിനി സഭയുടെ ആൾക്കാർ ഇദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇദ്ദേഹം ഒന്ന് ആലോചിച്ചു. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് തർക്കം. അങ്ങോട്ട് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനാണ് വിളിക്കാൻ വന്നത്. ഇദ്ദേഹം ശ്രീനാരായണ ആശ്രമത്തിൻ്റെ ചുമതല, നമ്മുടെ നേരത്തെ പി ഗോവിന്ദാശാന ഉണ്ടല്ലോ, ആ ഗോവിന്ദാശാന എന്നാണ് ചുമതല. ഇപ്പോൾ ചുമതല ഇദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ആ ചുമതലയെല്ലാം അദ്ദേഹത്തിന് രേഖാമൂലം അങ്ങ് കൈമാറിയിട്ട് ഇദ്ദേഹം നേരെ ചെറായിലേക്ക് പോവുകയാണ്. ആ പ്രതിഷ്ഠാകർമ്മ ചടങ്ങിലേക്ക് പോവുകയാണ്. ശിവലിംഗദാസ സ്വാമികൾ ഒരു സിദ്ധൻ ആയിരുന്നു എന്ന് കഴിഞ്ഞ സത്സംഗത്തിൽ പറയുകയുണ്ടായി. അപ്പം അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ശിവപ്രസാദ് ജി, ആ ശിവപ്രസാദ് ജി മികച്ച വാഗ്മിയായിരുന്നു. ആ വാഗ്മി മധുരസ്മരണകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ശ്രീ ശിവലിംഗ സ്വാമികൾ എന്നെ യോഗക്രിയകളും പ്രാണായാമങ്ങളും പഠിപ്പിച്ചു. ശിവലിംഗ സ്വാമികൾക്ക് ദൂരശ്രവണം, പരഹൃദയ ജ്ഞാനം, മാസ്മരിക ചിന്താശക്തി തുടങ്ങിയ സിദ്ധിവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീ നാരായണ ഗുരുസ്വാമികളുടെ ശിഷ്യ സംഘത്തിൽ ഈ മഹാത്മാവിനെ പോലെ പ്രശാന്തനും ദിവ്യനുമായ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ശിവപ്രസാദ് ജി പറഞ്ഞത്. ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 4-5 സത്സംഗമായിട്ട് ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് 2-3 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ വന്ന ആ സംരംഭമാണ് 13ാമത്തെ സത്സംഗത്തിൽ എത്തി നിൽക്കുന്നത്. അടുത്ത സത്സംഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ സമാധി, സിദ്ധ ശിവലിംഗ സ്വാമികളുടെ സമാധിയെക്കുറിച്ച് പറഞ്ഞ് സമാപിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ